بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله مولانا العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت حيلتي أدركني يا حبيب الله بسم الله الرحمن الرحيم القدير القادر القوي ذو القوة المتين المقتدر العزيز الجبار الشديد القاهر ഏറ്റവും ബഹുമാനാദരവുകളുള്ള ഉസ്താദ് കെ.എം. മുഹമ്മദ് മുസ്ലിയാർ മഹല്ല് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഖാദർ ഹാജി അവർകൾ, വാർഡ് മെമ്പർ യൂസഫ് ഹാജി, നൗഫൽ, റിഷാദ്, വേദിയിലുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഏറ്റവും സ്നേഹാദരവുകളുള്ള ഈ നാട്ടിലെ പാരമ്പര്യത്തിന്റെ പതാക വാഹകരായ പ്രിയപ്പെട്ട കാരണവന്മാർ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എൻ്റെ കൂടപ്പിറപ്പുകളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഈ വിനീത പ്രഭാഷണം ശ്രവിക്കാനെത്തിയിട്ടുള്ള സഹോദരിമാർക്കും വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതോടൊപ്പം വലിയ സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായാംഗങ്ങൾ ഈ സദസ്സ് അലങ്കരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ. അവർക്കും വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഒന്നുകൂടി അടുത്തറിയുവാൻ ഈ അവസരത്തെ ഉപയോഗിക്കണമെന്ന്. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ നടുവിലാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടുള്ള ഭയം വളരെയധികം ലോകമാകമാനം പടർന്നു പിടിച്ചു എന്ന അർത്ഥത്തിൽ പ്രചരണങ്ങൾ നടത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ വിഷയത്തിന്റെ ആരംഭത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നാൽ ഭീകരവാദത്തിനോ വർഗീയവാദത്തിനോ മതാന്ധതയ്ക്കോ കൂട്ടുനിൽക്കുന്ന ഒരു മതമല്ല. ആരെങ്കിലും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ദീനുൽ ഇസ്ലാം അല്ലാത്തത് പ്രവർത്തിക്കുന്നുണ്ടോ അവർ ഈ വിശുദ്ധ വൃത്തത്തിന് പുറത്തുമാണ്. അവർക്ക് വിശുദ്ധ ദീനുമായി യാതൊരു സ്ഥാനവുമില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ താങ്കളെ അയക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് അള്ളാഹുവിന്റെ ഹബീബ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവനോട് ആകാശത്തിന്റെ അധിപൻ കരുണ കാണിക്കുകയില്ല എന്ന പ്രവാചക അധ്യാപനം തന്നെ ഭീകരവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും മതധ്വംസയുടെയും മതാന്ധതയുടെയും മുനയൊടിക്കുന്ന പ്രഖ്യാപനമാണ് ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരൊറ്റ ഹദീസ് വഴി നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ വിഷയം അതുമായി ബന്ധമില്ലെങ്കിലും തുടക്കത്തിൽ ദീനുൽ ഇസ്ലാമിനെ പറ്റിയുള്ള നല്ലൊരു ധാരണ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഏറ്റവും ചുരുക്കത്തിൽ ഈ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന വിഷയം മുഴുവനും യാതൊരു മറവിയും കൂടാതെ പറയുവാൻ സമയം വളരെ കുറവാണെങ്കിലും പരമാവധി വേഗത്തിൽ ഒരു എക്സ്പ്രസ് കണക്കെ നമുക്ക് ഓടാം. ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കേൾക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഉൾക്കൊള്ളണമെന്നും പഠിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഈ വിനീതൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ യാതൊരു മറവി കൂടാതെ പറയുവാൻ ഈ വിനീതനും കേൾക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയെടുത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ ജനനം, മരണം, പരലോകം, ഒരു മനഃശാസ്ത്ര അപഗ്രഥനം എന്നുള്ളതാണ്. വിഷയം ഇതായതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന്
നമ്മുടെ രക്തത്തിൽ നിന്ന് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, സാദാത്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി കിടന്നൊരു പ്രത്യേക കാലഘട്ടത്തിലേക്ക്, ആ ഒരു പ്രത്യേക ലോകത്തിൽ വളരുന്നു എന്ന വസ്തുത നമുക്കറിയാവുന്നതാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഈ പ്രത്യേക വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു ഭ്രൂണം അത് വിവിധ ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യനായി മാറുന്നു. അതിനുശേഷം ആ പ്രത്യേക ലോകം വെടിഞ്ഞുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് ആ കുട്ടി കടന്നു വരുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന വസ്തുതയാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക ലോകമാണ്, വല്ലാത്ത ലോകമാണ്, വ്യതിരിക്തമായ ഒരു ലോകമാണ്. കാരണം ഈ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടി ഇവന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് ഇവന്റെ മാതാവാണ്, ഇവന് വേണ്ടി വെള്ളം കുടിക്കുന്നത് മാതാവാണ്, ഇവന് വേണ്ടി വിസർജിക്കുന്നത് മാതാവാണ്, എന്തിനേറെ ഇവന് വേണ്ടി ശ്വസിക്കുന്നത് പോലും അവന്റെ മാതാവാണ്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, സ്വന്തമായി ഇഷ്ടമുള്ള അത്രയും കുടിക്കാൻ സാധിക്കാത്ത, ഇഷ്ടത്തിനൊത്ത് കറങ്ങി നടക്കാൻ പറ്റാത്ത, ഇഷ്ടത്തിനനുസരിച്ച് ശ്വസിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഈ കുട്ടി ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, അവന്റെ സമയം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നാം എല്ലാവരും അനുഭവിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള വസ്തുതയാണ്. നമുക്ക് ഏവർക്കും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു എന്നതിനെ പറ്റി ഓർമ്മ പോലും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ലോകത്ത് നമുക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു ലോകത്ത് നിന്നും മനുഷ്യൻ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ, വ്യതിരിക്തമായ മറ്റൊരു ലോകത്തിലേക്ക് 280 ദിവസങ്ങൾ, അതല്ലെങ്കിൽ ഏതാണ്ട് 9 മാസവും 10 ദിവസവും കുറച്ച് വ്യത്യാസങ്ങൾക്ക് ഇപ്പുറം അവൻ കടന്നു വന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ പ്രത്യേകത ഭ്രൂണമായി കിടക്കുന്ന, ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹലോകമാകുന്ന ഗർഭാശയത്തിൽ നിന്നും വ്യത്യസ്തമായ ഈ ലോകത്തിന്റെ പ്രത്യേകത, ഇവിടെ അവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. ഇഷ്ടമുള്ള വെള്ളം കുടിക്കാനുള്ള അവസരമുണ്ട്. ഇഷ്ടമുള്ള അത്രയും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുള്ള അവസരമുള്ള ഒരു ലോകത്തേക്ക് അവൻ കടന്നു വന്നിട്ടുണ്ട്. അവന് സ്വന്തമായി ഇവിടെ ശ്വസിക്കാം, സ്വന്തമായി ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വിഹരിക്കാം. വളരെ മനോഹരങ്ങളായ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്, സുന്ദരങ്ങളായ താഴ്വരകളുണ്ട്, നല്ല സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി നല്ല നല്ല കൂട്ടുകാരുണ്ട്. എന്നിങ്ങനെ വളരെ മനോഹരമായ ഒരു ലോകത്തേക്ക് ആ കുട്ടി കടന്നു വന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയ വസ്തുതയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയാകുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഭ്രൂണ കുഞ്ഞുങ്ങളായ മനുഷ്യരോട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു പരിധി പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ലോകത്തേക്ക് ഒരു യാത്രയുണ്ട്. നിങ്ങൾ ഈ ജീവിക്കുന്ന ലോകമല്ല യഥാർത്ഥ ലോകം. ആ ലോകത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ, ഇവിടെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിനക്ക് എടുത്തു കഴിക്കാം, ഇഷ്ടമുള്ള വെള്ളം ഇഷ്ടമുള്ള അത്രയും കുടിക്കാം, ഇഷ്ടത്തിനൊത്തുള്ള കൂട്ടുകാരുമായി സല്ലപിക്കാം, മനോഹരങ്ങളായ കാഴ്ചകൾ നിനക്ക് കാണാനുണ്ട്. ആ ലോകത്തിന്റെ പ്രത്യേകത, ഈ ലോകം വിട്ടുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് ഒരു യാത്രയുണ്ട് എന്നുള്ളത് സുനിശ്ചിതമാണ്. കാരണം ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ലോകത്ത് നിനക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതത്തിന് ശേഷം പരിധി പൂർത്തിയാക്കപ്പെട്ടപ്പോൾ ഓരോരുത്തരും അവന്റെ പരലോകമാകുന്ന, ആ ഭ്രൂണത്തിന്റെ പരലോകമാകുന്ന നമ്മുടെ ഈ ഇഹലോകത്തേക്ക് യാത്രയാക്കപ്പെട്ട് ഇവിടെ വന്നു ചേർന്നുവെങ്കിൽ, ഈ കാണുന്ന ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് യാത്രയുണ്ട്. അവിടുത്തെ പ്രത്യേകത, അവിടെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോയി എടുത്തു കഴിക്കണ്ട. നീ ഇഷ്ടപ്പെടുന്ന മനോഹരമായ പഴങ്ങളുള്ള ആ വൃക്ഷത്തിലേക്ക് നീ ഒന്ന് നോക്കിയാൽ മതി, അത് നിന്നിലേക്ക് ചാഞ്ഞു വരും. നിനക്കത് പറിക്കാം, അത് കഴിക്കാം. ആദ്യത്തെ രുചിയല്ല രണ്ടാമത്തെ രുചിയല്ല മൂന്നാമത്. പിന്നെ അങ്ങോട്ട് കഴിക്കുമ്പോഴൊക്കെ ഓരോ പ്രാവശ്യവും ഓരോ തവണയും രുചികൾ മാറി വരുന്നു. വളരെ മനോഹരമായ ഭക്ഷണങ്ങൾ, ഭക്ഷണ പാനീയങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പോവണ്ട, എടുക്കണ്ട, മറിച്ച് നിന്നിലേക്ക് അടുത്തു വരുന്ന മനോഹരമായ ലോകം, വളരെ മനോഹരമായ ലോകം. അതോടൊപ്പം തന്നെ വളരെ മനോഹരങ്ങളായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്വർഗീയ താഴ്വരകളുള്ള സുന്ദരമായ ലോകം.
നല്ല നല്ല സുഹൃത്ബന്ധങ്ങളുള്ള സ്വർഗീയ ബാലന്മാരും ഹൂറുലീങ്ങളുമുള്ള മനോഹരമായ സുന്ദരമായ മറ്റൊരു ലോകം, ഈ ലോകത്തിനെ പറ്റിയും നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ, ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ. അങ്ങനെ ഉന്നതമായ തൃപ്തികരമായ ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഉന്നതമായ സ്വർഗത്തെ പറ്റി അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു ലോകത്തേക്ക് ഒരു മനുഷ്യന് യാത്ര ചെയ്തേ പറ്റൂ, ഒരു തരത്തിലും നിഷേധിക്കാനാവില്ല. ഇതിനു മുൻപ് ഒരു ലോകമുണ്ടായിരുന്നു, ആ ലോകത്തിന്റെ പ്രത്യേകതകൾ നാം പഠിച്ചതാണ്, കണ്ടതാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം കൂടിയുണ്ട്. ആ ലോകത്തിന്റെ പ്രത്യേകതകളും നിബിധങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഈ ലോകത്തും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാലാവസ്ഥ വളരെ മോശമാണ്. ചൂട് കാലഘട്ടത്തിൽ 45-50 ഡിഗ്രി വരെ ചൂട് വരുന്ന ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളുണ്ട്. കേരളക്കര എത്ര സുന്ദരമാണ്. ബുദ്ധിമുട്ടേറിയ ചൂടിന്റെ കാലാവസ്ഥയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയാൽ യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് കാണുന്ന ഏതൊരു സംഭവവും അവന് ആഖിറത്തെ പറ്റി ചിന്തിക്കുവാനുള്ള അവസരങ്ങളാണ്. നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം, വിവിധങ്ങളായ പൂക്കളുള്ള സുന്ദരമായ നല്ല സുഗന്ധമുള്ള ഒരു പൂന്തോട്ടം ഒരു മനുഷ്യന്റെ കണ്ണിൽപ്പെട്ടാൽ ഉടനെ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ ചിന്തിക്കും സ്വർഗത്തിന്റെ പ്രത്യേകത. സുഗന്ധം കിട്ടിയാൽ സ്വർഗീയ സുഗന്ധത്തെ പറ്റി ആലോചിക്കും. നല്ല വെള്ള വസ്ത്രധാരികളായ കൊച്ചു കുട്ടികൾ, മുത്തഅല്ലിമീങ്ങൾ ഒരു കൂട്ടം ഇങ്ങനെ നടന്നു വന്നാൽ അവരുടെ നേതാവായിക്കൊണ്ട് ഒരു ഉസ്താദും ദർസിൽ പഠിക്കുന്ന കുറെ കുട്ടികൾ ഇങ്ങനെ വരണം കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലെ സ്വർഗീയ ബാലന്മാരെ പറ്റി അവർ ആലോചിക്കും. സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോൾ വളരെ സന്തോഷം അവർക്കുണ്ടാകും. ചൂടുള്ളൊരു അവസരത്തിൽ കുടുങ്ങിപ്പോയാൽ മഹ്ശറ മരുഭൂമിയിൽ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ നിൽക്കുന്ന സാഹചര്യത്തെ പറ്റി അവൻ ആലോചിക്കും. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ശാസ്ത്രീയ അടിത്തറയുണ്ട്. സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ നിൽക്കും എന്നതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. സൂര്യൻ പടിഞ്ഞാറുദിക്കും എന്നുള്ളതും വളരെ വിശദമായി വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപറ്റിയല്ല, അതൊക്കെ മറ്റൊരു വിഷയത്തിൽ സംസാരിക്കാവുന്ന വിശുദ്ധ ഇസ്ലാം ശാസ്ത്രജാലകത്തിലൂടെ എന്ന മറ്റൊരു വിഷയമാണ്. ഇതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ പെട്ടെന്ന് ഇരിക്കുന്ന മുറിയിൽ ലൈറ്റൊക്കെ പോയിട്ട് നല്ല ഇരുട്ട് വന്നു. ഇവിടെ ചെറിയ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. മുഴുവനും കുറ്റാക്കൂടി ഇരുട്ടുള്ള ഒരു ഒരവസ്ഥയിലേക്ക് വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ പെട്ടുപോവുകയാണെങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ അപ്പോൾ ചിന്തിക്കും, അല്ലാഹുവേ ഖബറിന്റെ ഉള്ളിലുള്ള ഇരുട്ട് എന്തായിരിക്കും റബ്ബേ. ആ ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരും. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തുള്ള സകലമായ കാര്യങ്ങളും ആഖിറത്തെ പറ്റി ചിന്തിക്കുവാൻ അവനുള്ള അവസരങ്ങളാണ്. അതോടൊപ്പം ചൂടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതികഠിനമായ ചൂട് സഹിക്കാൻ വയ്യാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്, ആഖിറത്തിലെ തീയിന്റെ അവസ്ഥ എന്താ. അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷവാർത്ത സ്വർഗത്തെ പറ്റി അറിയിച്ചതോടൊപ്പം തന്നെ വളരെ ഭീകരമായ ബുദ്ധിമുട്ടേറിയ ദുർഗന്ധം വമിക്കുന്ന ക്ഷുദ്രജീവികളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ദുനിയാവിലെ തീയ് ആഖിറത്തിലെ തീയെ പറ്റി ചിന്തിക്കുമ്പോൾ കരയുന്നുണ്ട് എന്ന് പോലും നബിതങ്ങൾ പഠിപ്പിച്ച ആ ശക്തമായ തീയിനെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയും ഒരു ലോകം മനുഷ്യന് വരാനുണ്ട്. അത് ഈ ലോകത്തിന്റെ അവസാനം മറ്റൊരു ലോകമാണ്. ഒരു ഭ്രൂണമായി കിടന്ന ഒരു കുട്ടിക്ക്, ഒരു മനുഷ്യന് അവന്റെ പരലോകമായ ഈ ഇഹലോകത്തേക്ക്, ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ കാരണമായത് ജനനം എന്ന പ്രതിഭാസമാണെങ്കിൽ, ഈ ഇഹലോകത്ത് ജീവിക്കുന്ന, നമ്മുടെ ഈ ഇഹലോകമാകുന്ന ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സുന്ദരമായ സ്വർഗവും അവനോട് താക്കീത് നൽകപ്പെട്ടിട്ടുള്ള ഭീകരമായ നരകവും, ഇതിൽ ഏതെങ്കിലും ഒന്ന് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ടുമുട്ടിയേ പറ്റൂ. അതിലേക്കുള്ള കവാടമാണ് മരണം. ഈ രണ്ട് വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുമെങ്കിൽ മുഴുവനായും ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഏറ്റവും ആദ്യമായി നൽകാൻ ഉദ്ദേശിക്കുന്നത് ജനനത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ചർച്ച നമുക്കിവിടെ തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറയേണ്ടായി, ഭ്രൂണാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുട്ടി ജനനം എന്ന പ്രത്യേക കവാടം കടന്നുകൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വരികയും അങ്ങനെ ഇവിടെ ജീവിക്കുകയും പിന്നീട് അങ്ങോട്ട് മറ്റൊരു ലോകത്തേക്ക് മരണം എന്ന കവാടത്തിലൂടെ യാത്രയാക്കപ്പെടുകയും ചെയ്തു. പോയ വഴിക്ക് തിരിച്ചുപോക്ക് ബുദ്ധിമുട്ട് തന്നെ. ഇതേ രീതിയിലാണ് ഭാവിയെ നാം വിലയിരുത്തേണ്ടത് എന്ന് പറയുമ്പോൾ ജനനത്തെ സംബന്ധിച്ചുള്ള മനോഹരങ്ങളായ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം ആധുനിക ഭ്രൂണശാസ്ത്രം 1750-കൾക്ക് ശേഷം മാത്രം കണ്ടെത്തിയ
മെഡിക്കൽ വിദ്യാർത്ഥികൾ സദസ്സിലുണ്ടെങ്കിൽ അത്ഭുതകരമായി കൊണ്ട് മനസ്സിലാക്കാം. 1750-കൾക്ക് ശേഷം മാത്രം ഭ്രൂണശാസ്ത്രം കണ്ടെത്തിയ വസ്തുതകൾ, ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അവൻ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനായി മാറുന്നത് എന്നിങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളെ പറ്റിയുള്ള വളരെ വ്യക്തമായ പരാമർശങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന് നൽകിയ, നബിതങ്ങൾ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇറക്കിയ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. അതിൽ ശാസ്ത്ര സൂചനകളുണ്ട്. ആ ജനന സംബന്ധിയായ ശാസ്ത്ര സൂചനകളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ പരിചയപ്പെടാം. ഇതിൽ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഭ്രൂണശാസ്ത്ര സംബന്ധമായ വിശുദ്ധ ഖുർആനിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ യൂറോപ്യൻ ശാസ്ത്രകാരൻ ഡോക്ടർ കീത്ത് എൽ മൂർ എന്നു പേരുള്ള യൂറോപ്യൻ ശാസ്ത്രകാരൻ. മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ബുക്കാണ്. ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പേരിൽ അവർ പഠിക്കുന്നുണ്ടതിൽ. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലുള്ള അധ്യാപനങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഡോക്ടർ കീത്ത് എൽ മൂർ അദ്ദേഹം പറയുന്നു, all these statements prove to me that Muhammad sallallahu alaihi wasallam must have been a messenger from God. വിശുദ്ധ ഖുർആനിലെ ഭ്രൂണശാസ്ത്ര രഹസ്യം മനസ്സിലാക്കിയ ഡോക്ടർ കീത്ത് എൽ മൂർ പറയുകയാണ്, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഈ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ പ്രസ്താവനകൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു. That Muhammad sallallahu alaihi wasallam must have been a messenger from God. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതൻ തന്നെയായിരിക്കണം. അല്ലാതെ ഇത്ര വ്യക്തമായി കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ്, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കണ്ണ് കാണാത്ത മനുഷ്യന് കാഴ്ച കിട്ടാൻ വേണ്ടി ഒരു കണ്ണട പോലും കണ്ടുപിടിക്കാത്ത അത്രത്തോളം അജ്ഞാതമായ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ പോലും വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിൽ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ പറ്റി വളരെ ആധികാരികമായി അതെന്താണ് ആ പ്രത്യേക വീടിന്റെ പ്രത്യേകതയെന്നും അതിനുള്ളിൽ കിടക്കുന്ന കുട്ടിയുടെ വളർച്ചയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയും വളരെ വ്യക്തമായി കൊണ്ട് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു സർവ്വലോക ശാസ്ത്രജ്ഞനായ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കീത്ത് എൽ മൂറിനെ അതിശയിപ്പിച്ച വസ്തുതകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ കടക്കാം. നമുക്കറിയാം, ലോകത്തേക്ക് ഏറ്റവും ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുഹൃദയത്തിലേക്ക് ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബിതങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും ആദ്യത്തെ വിശുദ്ധ ഖുർആനിലെ സൂക്തം ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ഇഖ്റഅ ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം തന്നെ നബിതങ്ങളോട് വായിക്കുക എന്നുള്ളതാണ്. സാന്ദർഭികം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇഖ്റഅ എന്ന പ്രസ്താവനയാണ് ഏറ്റവും ആദ്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിന് പഠിപ്പിക്കുന്നത്. ഇഖ്റഅ വായിക്കുക. വായിക്കേണ്ടതിന്റെയും പഠിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെ പറ്റി ലോകത്തിന് ഏറ്റവും ആദ്യമായി പഠിപ്പിക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. വായിക്കേണ്ടതിന്റെയും പഠിക്കേണ്ടതിന്റെയും പ്രാധാന്യം ലോകത്തേക്ക് വെച്ച് ഏറ്റവും ആദ്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഏറ്റവും ആദ്യത്തെ ഉപകരണം തന്നെ പേനയാണ്. വായിക്കേണ്ടതിന്റെയും പഠിക്കേണ്ടതിന്റെയും പ്രാധാന്യം വളരെ വ്യക്തമായി ആ ആയത്തുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഞാൻ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അത് ഇറക്കിയിരുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ എന്നോടുള്ള ഭയഭക്തി കൊണ്ട് അത് പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തെ പോലും പൊട്ടിപ്പിളർത്തുവാൻ തക്ക ഊർജ്ജമുള്ള എനർജി പാക്കറ്റ് ആയ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുഹൃദയത്തിലേക്ക്. ആ ഹൃദയം പൊട്ടിയില്ല, പതറിയില്ല, ഒരു പോറൽ പോലും ഏറ്റില്ല. ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ഇറക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ സൂക്തം ഇഖ്റഅ ബിഇസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നാണെങ്കിൽ രണ്ടാമത്തെ ആയത്തിലൂടെയാണ് നമ്മുടെ ചർച്ച ഇവിടെ ആരംഭിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ ആയത്തുകളിലൂടെ നമുക്ക് സൂചനകൾ കിട്ടുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അലഖിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അലഖിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുക. എന്താണ് ഈ അലഖ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അലഖ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം എടുത്ത് പരിശോധിച്ചാൽ, അറബി ഭാഷ അനുസരിച്ച് അലഖ് എന്ന വാക്കെടുത്ത് പരിശോധിച്ചാൽ അതിൽ നമുക്ക് 3 അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. 3 അർത്ഥങ്ങൾ അലഖിനുണ്ട്. ഒന്ന് കുളയട്ട, ലീച്ച്. കുളയട്ട എന്ന അർത്ഥത്തിൽ അലഖ് ഉപയോഗിക്കാറുണ്ട്.
രണ്ട്, രക്തപിണ്ഡം, രക്തകഷ്ണം എന്ന അർത്ഥത്തിലും അലക്ക് ഉപയോഗിക്കാം. മൂന്നാമതായി തൂങ്ങിക്കിടക്കുന്നത്, കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്, അതല്ലെങ്കിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് എന്ന അർത്ഥത്തിൽ, മുഅല്ലഖത്ത് എന്ന അർത്ഥത്തിലൊക്കെ അലക്ക് ഉപയോഗിക്കുന്നതായി അറബി ഭാഷാർത്ഥ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അലക്കിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവായ നാഥൻ അലക്കിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുമ്പോൾ ഈ അലക്കിന്റെ ഭാഷാർത്ഥം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഏറ്റവും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഈ സംസാരിക്കുന്ന ഞാനും എന്റെ ഈ വിനീത പ്രഭാഷണം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാം എല്ലാവരും മനുഷ്യനായി പിറന്ന സകല സാധനങ്ങളും ഒരു കാലഘട്ടത്തിൽ പണ്ട് ഈ അവസ്ഥയിലായിരുന്നു. മാതാക്കളുടെ ഗർഭാശയത്തിൽ ഏറ്റവും മുകളിൽ കാണുന്ന രൂപം അലക്കിന്റെ രൂപം, നമ്മുടെയൊക്കെ പഴയ രൂപം. കണ്ണില്ല, കാതില്ല, ചെവിയില്ല, മൂക്കില്ല, വല്ലാത്തൊരു കോലത്തിലായിരുന്നു നാം എല്ലാവരും ഏറ്റവും ആദ്യം നമ്മുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ തുടക്കത്തെ രൂപമാണ് നിങ്ങൾ മുകളിൽ കാണുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, തൊട്ടു താഴത്ത് കാണുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കുളയട്ടയുടെ രൂപമാണ്. ഒരു കുളയട്ടയുടെ അതേ രൂപത്തിലാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതം നമ്മുടെ മാതാക്കളുടെ വിശുദ്ധങ്ങളായ ഗർഭാശയത്തിൽ തുടങ്ങുന്നതെങ്കിൽ രൂപം കൊണ്ട് അത് ആ വാക്ക് വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കീത്ത് എൽ മൂർ എന്ന ഡോക്ടറെ അതിശയിപ്പിച്ച ഒന്നാമത്തെ സംഭവം. അതൊരു രക്തകഷ്ണമാണ്. രണ്ടാമത്തെ ബ്ലഡ് ക്ലോട്ട് എന്ന മീനിങ്ങും എന്ന അർത്ഥവും വളരെ വ്യക്തമായി അതിൽ യോജിക്കുന്നുണ്ട്. മൂന്നാമതായി നിങ്ങൾ താഴത്ത് കാണുന്നത് ഒരു ഗർഭാശയത്തിന്റെ ഛേദതലമാണ്. ഗർഭാശയത്തിന്റെ ഛേദതലം, ക്രോസ് സെക്ഷൻ. ഈ ക്രോസ് സെക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഉള്ളിൽ തൂങ്ങിക്കിടക്കുന്നത് ഒരു ഗർഭസ്ഥ ശിശുവാണ്. അതിങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അതിനാവശ്യമായ പോഷകാംശങ്ങളൊക്കെ വലിച്ചെടുത്ത് അതിന്റെ വിസർജ്യങ്ങൾക്ക് തിരിച്ച് അതുവഴി തന്നെ പുറത്തോട്ട് പോവുകയും മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ആ കുഞ്ഞിന്, ആ ഭ്രൂണത്തിന് വളരാൻ ആവശ്യമായ സകലമാന പോഷകാംശങ്ങളും വായുവും ഓക്സിജനും ഒക്കെ വലിച്ചെടുത്തുകൊണ്ട് അത് ജീവിക്കുകയാണ്. ഒരു കുളയട്ടയുടെ അതേ സ്വഭാവത്തിലായിരുന്നു നാം എല്ലാവരും നമ്മുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ. അത് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന അതേ പ്രകൃതമാണെന്ന് ചിത്രം കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അലക്കിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ അലക്കിന് അറബി ഭാഷ കൊടുക്കുന്ന 3 അർത്ഥങ്ങൾ നാം മനസ്സിലാക്കിയെങ്കിൽ ആ 3 അർത്ഥത്തിലും ഈ അലക്ക് ഇവിടെ യോജിച്ചു വരുന്നു എന്നുള്ളതാണ് ഡോക്ടർ കീത്ത് എൽ മൂറിനെ അതിശയിപ്പിച്ച വസ്തുതകളിൽ ചിലത്. മാത്രമല്ല, ഈ ഗർഭസ്ഥ ശിശു കിടക്കുന്ന പ്രത്യേക അറയെ സംബന്ധിച്ചിടത്തോളം, ഗർഭാശയം എന്ന പ്രത്യേക അറയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഇസ്ലാമിന്റെ, വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതും അദ്ദേഹത്തെ അതിശയിപ്പിച്ച വസ്തുതയാണ്. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. അവൻ മാതാക്കളുടെ ഉദരങ്ങളിൽ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി രൂപപരിണാമം ചെയ്തെടുക്കുന്നു. അതേ അല്ലാഹുവാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ആധിപത്യം അവന് മാത്രമുള്ളതാകുന്നു. അവനല്ലാതെ ദൈവം ഏതുമില്ല. എന്നിരിക്കെ നിങ്ങൾ എവിടെ നിന്നാണ് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ 3. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളെ ഒരു പ്രത്യേക കളറിൽ തന്നെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, രൂപപരിണാമത്തിന് മേൽ രൂപപരിണാമം. ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, സൃഷ്ടിപ്പിന് മേൽ സൃഷ്ടിപ്പ്. വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട വളർച്ചയിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക അറയുടെ പ്രത്യേകത എന്തെന്നാൽ അത് 3 അന്ധകാരങ്ങൾക്കുള്ളിലാണ്. 3 അന്ധകാരങ്ങൾക്കുള്ളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാകുന്നതെങ്കിൽ ഈ 3 അന്ധകാരങ്ങളുടെ പ്രത്യേകത എന്താണെന്നും ആധുനിക ശാസ്ത്രം ഈ അന്ധകാരങ്ങളെ എങ്ങനെയാണ് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് എന്നും കൂടി നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്, ഏറ്റവും പുറമെ കാണുന്നത് മാതാവിന്റെ ഉദരം, അതിന്റെ ഉള്ളിൽ പിങ്ക് കളറിൽ കാണുന്നത് ഗർഭാശയം,
അതിന്റെ ഉള്ളിൽ ഒരു കുട്ടി രൂപപ്പെട്ട് അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. അതിന് ചുറ്റും എപ്പോൾ ഈ ഗർഭാശയത്തിൽ ഒരു കുട്ടി രൂപപ്പെട്ട് തുടങ്ങുന്നുവോ ഉടനെ തന്നെ ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ആവരണം കൂടി അതിലുണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ അന്ധകാരം. അങ്ങനെ ഈ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. ഈ 3 അന്ധകാരങ്ങളെ വിശുദ്ധ ഖുർആൻ ഈ 3 അറകളെ അന്ധകാരങ്ങൾ എന്ന് വിളിച്ചെങ്കിൽ ആധുനിക ശാസ്ത്രം ഇതിന് പേര് കൊടുത്തത് ഭിത്തി എന്ന് പേര് കൊടുത്തപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള അവസ്ഥയെ പറ്റിയാ. സുരക്ഷിതമായ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ, ആ ഇരുട്ടിനുള്ളിൽ സുരക്ഷിതമായി ഘട്ടം ഘട്ടമായി കൊണ്ട് മനുഷ്യനെ രൂപപരിണാമം ചെയ്തെടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏറ്റവും പുറമേ കാണുന്ന ആന്റീരിയർ അബ്ഡോമിനൽ വാൾ എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പേര് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഭിത്തി, രണ്ടാമതായി കാണുന്ന യൂട്രൈൻ വാൾ ഗർഭാശയത്തിന്റെ ഭിത്തി, ഏറ്റവും ഉള്ളിലായി പ്രത്യേകിച്ച് കുട്ടിക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ടിട്ടുള്ള ആംനിയോകോറിയോണിക് വാൾ എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പേര് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക ഭിത്തി, അതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ ഉള്ളിൽ ഓളം തള്ളലുകളൊക്കെ താരാട്ടുപാട്ടുകളായി മനസ്സിലാക്കി വളരെ സുന്ദരമായ പാട്ടൊക്കെ കേട്ടാണ് ആ കുട്ടി വളരുന്നത് എന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി മനുഷ്യനെ രൂപപരിണാമം ചെയ്തെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. സ്കാനിംഗ് ടെക്നോളജി ഇല്ലാത്ത കാലഘട്ടത്തിലാണ്, ഒരു എക്സ്റേ പോലും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിലാണ്. അങ്ങനെ വളരെ വ്യക്തമായി ആ ഗർഭാശയത്തിന്റെ പ്രത്യേകതയും അതിന് ഉള്ളിലുള്ള കുട്ടിയുടെ പ്രത്യേകതയും പറഞ്ഞു വെക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ട രണ്ടാമത്തെ വിഷയമാണ് ഫീ ദുലുമാത്തിൻ സലാസ് കഴിഞ്ഞാൽ ഹൽകം മിൻ ബഅദി ഹൽകിൻ, ഘട്ടം ഘട്ടമായി രൂപപരിണാമത്തിനുമേൽ രൂപപരിണാമത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ രൂപപരിണാമത്തിനുമേൽ രൂപപരിണാമം, തുടക്കത്തിൽ നാം കണ്ട കയ്യും കാലും കണ്ണും ഒന്നും ഇല്ലാത്ത ആ പ്രത്യേക അലക്ക് എന്ന രൂപത്തിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പിന്നീട് ഘട്ടം ഘട്ടമായി കൊണ്ട് നടക്കുന്നത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായ സൂചന വിശുദ്ധ ഖുർആനിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് ഒപ്പിയെടുത്തത് ഡോക്ടർ കീത്ത് എൽമൂർ, അദ്ദേഹത്തെ സ്വാധീനിച്ച ഡോക്ടർ മോറിസ് ബുക്കായി എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രകാരൻ അദ്ദേഹത്തെ സ്വാധീനിച്ചു. അങ്ങനെ വ്യക്തമായി കൊണ്ട് അവർ പഠിച്ച ആധുനിക അനാറ്റമി, കാനേഡിയൻ യൂണിവേഴ്സിറ്റിയിലെ എമരിറ്റസ് പ്രൊഫസറായ ഡോക്ടർ കീത്ത് എൽമൂർ അദ്ദേഹം പഠിച്ച ശരീരശാസ്ത്രം അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ, താരതമ്യ പഠനത്തിന് വിധേയനായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വളരെ വ്യക്തമായി കൊണ്ട് ഞാൻ പഠിച്ച അനാറ്റമി മുഴുവനും 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവത്തിൽ നിന്ന് അറിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ്, ഇത് ദൈവിക മതം തന്നെയാണ്, ഇദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകൻ തന്നെയാണ്. All these statements prove to me that Muhammad sallallahu alaihi wasallam must have been a messenger from God എന്ന് പറയുമ്പോൾ അറബിയിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് ആ പറഞ്ഞതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. അങ്ങനെ പോലും പറയുവാൻ അദ്ദേഹത്തിന് പ്രേരക ശക്തി നൽകിയ, വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ കാരണമായ 2002 മരണപ്പെട്ട ഡോക്ടർ കീത്ത് എൽമൂർ. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഹൽകം മിൻ ബഅദി ഹൽകിൻ എന്നതിന്റെ ചർച്ച ഇവിടെ തുടങ്ങുകയാണ്. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ആ രേതസ്കണത്തെ രക്തപിണ്ഡമാക്കി, അനന്തരം രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി, പിന്നെ മാംസത്തെ അസ്ഥികളാക്കി, എന്നിട്ട് ആ അസ്ഥികളിൽ നാം മാംസം പൊതിഞ്ഞു. അനന്തരം അവനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. അല്ലാഹു വളരെ അനുഗ്രഹമുടയവൻ. ഈ ഘട്ടങ്ങളിലൂടെയാണ് അലക്ക് വിവിധ ഘട്ടങ്ങൾ കടന്നിട്ട് ഒരു മനുഷ്യനായി മാറുന്നു. അവന്റെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മാംസവും എല്ലുകളും ഒക്കെ വളരുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായ സൂചന നമുക്ക് ഈ ആയത്തുകൾ വഴി ലഭിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമായി നമുക്ക് ചർച്ചയ്ക്ക് വരേണ്ട വിഷയങ്ങൾ അതൊക്കെയാ. അലക്ക്, മുദ്അ, ഇളാമ, ലഹ്മ, അതോടൊപ്പം നുത്ഫ, ഫീ ഖറാറിൻ മക്കീൻ, സുരക്ഷിത സ്ഥാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് കൊടുത്ത മാതാക്കളുടെ ഗർഭാശയങ്ങൾ. ഈ വിഷയങ്ങൾ ഞാൻ ചർച്ചയ്ക്കിട്ടാൽ ഏറ്റവും ആദ്യമായി ഉണ്ടാകുന്ന രൂപം അലക്ക് എന്നതാണ് എന്ന് നാം പഠിച്ചാൽ അത് ഈ അവസ്ഥയിലാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഏറ്റവും ആദ്യത്തെ മനുഷ്യന്റെ രൂപം അലക്ക്. ഈ അലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണ്. അലക്ക് മുദ്അ എന്നറിയപ്പെട്ട ഒരു രൂപത്തിലേക്ക് മാറുന്നു, മാംസകഷ്ണമായി മാറുന്നു. രക്തപിണ്ഡം മാംസപിണ്ഡമായി മാറുന്നു. മുദ്അ എന്നാൽ വ്യക്തമായ അർത്ഥം പറഞ്ഞാൽ അത് ചവച്ചു തുപ്പിയ മാംസകഷ്ണം. ചവച്ചു തുപ്പിയ മാംസകഷ്ണം.
ഒരു ബബിൾക്ക് എടുത്ത് ചവച്ചിട്ട് തുപ്പുന്നതിന് മുൻപായിട്ട് ഒന്ന് മുൻപല്ല് കൊണ്ട് കടിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പല്ല് കടിച്ച ടീത്ത് മാർക്ക്, പല്ലിന്റെ പാടുവരെ വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ ഈ മുതുകയുമായി നല്ല സാമ്യമുണ്ട് എന്നാണ് ഡോക്ടർ കീത്ത് എൽമൂർ പറയുന്നത്. ചവച്ചു തുപ്പിയ മാംസം അതേ അവസ്ഥയിലേക്ക് രണ്ടാമതായി മനുഷ്യനെ ആ ഭ്രൂണത്തിനെ കടത്തുന്നു. മൂന്നാമതായി പിന്നീട് സംഭവിക്കുന്നത് ആ മാംസകഷ്ണം മുഴുവനും എല്ലുകളായി മാറുന്നുണ്ട്. ശാസ്ത്രത്തെ അതിശയിപ്പിച്ച സംഭവം പ്രിയപ്പെട്ടവരെ, കണ്ടും കാതും കൂർപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കോ. മാംസകഷ്ണം എല്ലുകളായി മാറുന്നു എന്ന പ്രഖ്യാപനം നടത്തിയ ധൈര്യത്തോടെ ആധുനിക ശാസ്ത്രത്തെ വെല്ലുവിളിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. മനസ്സിലാക്കണം, 1750-കൾക്ക് മുൻപ് വൈദ്യശാസ്ത്രം മനസ്സിലാക്കിയിരുന്നത് ഈ മാംസകഷ്ണത്തിന്റെ ഉള്ളിൽ ആവശ്യത്തിന് അതിൻ്റെതായ ഷേപ്പിൽ എല്ലുകൾ വളരുന്നു എന്നാണെങ്കിൽ, അങ്ങനെയല്ല, അത് പിന്നീട് എല്ലുകളായി മാറുകയാണ്. മാംസകഷ്ണം മുഴുവനും എല്ലുകളായി മാറുന്നു എന്ന് വളരെ വ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ആ എല്ലുകൾക്ക് മേൽ പിന്നീട് മാംസം പൊതിയുകയാണ്, അല്ലാതെ മാംസകഷ്ണത്തിന്റെ ഉള്ളിൽ എല്ലുകൾ വളരുകയല്ല. മാംസം മുഴുവനും എല്ലുകളായി മാറിയിട്ട് എന്നിട്ട് ആ എല്ലുകൾക്ക് മേൽ മാംസം പൊതിയുന്നുണ്ട് എന്ന് പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ നടത്തിയെങ്കിൽ നിങ്ങൾ കാണുന്നത് കീത്ത് എൽമൂറിന്റെ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന നേരത്തെ പറഞ്ഞ ബുക്കിന്റെ 6ാമത്തെ എഡിഷൻ 1998 പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിൽ, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു, 7ാമത്തെ ആഴ്ചയിൽ മനുഷ്യന്റെ ശരീരത്തിൽ എല്ലുകൾ രൂപപ്പെട്ടു തുടങ്ങുന്നു. 7ാമത്തെ ആഴ്ചയിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഗർഭാവസ്ഥയിൽ ഗർഭസ്ഥ ശിശുവിൽ 7ാമത്തെ ആഴ്ച എത്തുമ്പോൾ എല്ലുകൾ രൂപപ്പെട്ടു തുടങ്ങുന്നു. 7ാമത്തെ ആഴ്ചയുടെ അവസാനം അതല്ലെങ്കിൽ 8ാമത്തെ ആഴ്ചയുടെ ആരംഭത്തിൽ ഈ രൂപപ്പെട്ട എല്ലുകൾക്ക് ചുറ്റും മാംസം പൊതിയുന്നുണ്ട്. ഡെവലപ്പിംഗ് ഹ്യൂമനിൽ ഡോക്ടർ കീത്ത് എൽമൂർ പറഞ്ഞു വെച്ചതാ. വിശുദ്ധ എന്താ പറഞ്ഞത്? മാംസം മുഴുവൻ എല്ലുകളായി മാറുന്നു, എന്നിട്ട് ആ എല്ലുകൾക്ക് മേൽ മാംസം പൊതിയുന്നു. 1400 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രഖ്യാപനം ഡോക്ടർ കീത്ത് എൽമൂറിനെ അതിശയിപ്പിച്ച വസ്തുതകളിൽപ്പെട്ട മറ്റൊന്നാണ് എന്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് നാം കടന്നു വന്നാൽ, അങ്ങനെ മാംസകഷ്ണം എല്ലുകളായി മാറുകയും എന്നിട്ട് ആ എല്ലുകൾക്ക് മേൽ പിന്നീട് മാംസം പൊതിയുകയുമാണ് ചെയ്യുന്നത്. അതല്ലാതെ മാംസത്തിന്റെ ഉള്ളിൽ എല്ലുകൾ ആവശ്യത്തിന് വളർന്നു വരുന്നൊന്നും അല്ല. എല്ലായി മാറും, മാംസം മുഴുവനും എല്ലായി മാറും. എല്ലും കൂടി പോലത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ആധുനിക ശാസ്ത്രം അത് ശരിവെച്ചിട്ടും ഉണ്ട്. ചർച്ചയ്ക്ക് വരേണ്ട അടുത്ത വിഷയം ലുത്തുഫ എന്നുള്ളതാ. ആധികാരികമായി പഠിക്കേണ്ടതും ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ എന്നെ കണ്ണു തുറപ്പിച്ചു നോക്കിയിട്ടോ തല കുനിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും തിരുദൂതർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും മുൻപിൽ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സംസാരിക്കുന്നത്. ഒരു പുരുഷനിൽ നിന്നും ഒരിക്കൽ സ്രവിക്കപ്പെടുന്ന ബീജം 2 മില്ലിലിറ്റർ മുതൽ 6 മില്ലിലിറ്റർ വരെ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ 6 മില്ലിലിറ്റർ വരെ വരാവുന്ന പുരുഷ സ്രവത്തിന്റെ ഉള്ളിലുള്ള ബീജങ്ങളുടെ എണ്ണം 50 കോടിയോളം വരും. 6 മില്ലിലിറ്റർ വരെ വരാവുന്ന പുരുഷ സ്രവത്തിലുള്ള ബീജങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അത് 50 കോടിയോളം വരും. ഈ 50 കോടിയോളം വരുന്ന ഈ പുരുഷ ബീജങ്ങൾ ഗർഭാശയത്തിനകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൽ 50 കോടിയോളം വരുന്ന പുരുഷ ബീജങ്ങളിൽ നിന്നും ഒരൊറ്റ ബീജം മാത്രമേ ഒരു കുട്ടിയുടെ ജനനത്തിന് കാരണമാകുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ 50 കോടിയിൽപ്പെട്ട ഒന്ന് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ 50 കോടി ബീജങ്ങളും 50 കോടി സ്വഭാവം, 50 കോടി രൂപം, 50 കോടി വിധി എന്നിങ്ങനെ നാം പറയാറുണ്ട്. നമ്മുടെ മക്കളെ പറ്റി പറയാറുണ്ട്, വാപ്പാന്റെ അതേ നെറ്റിയാണ്, ഉമ്മാന്റെ അതേ മൂക്കാണ്, വലിയാപ്പാട് അതേ ചെവിയാണ്, കൊച്ചാപ്പാട് അതേ നടത്തമാണ് എന്നിങ്ങനെയൊക്കെ മക്കളെ പറ്റി നാം പറയാറുണ്ട്. ഇതെന്താണ്? പാരമ്പര്യ സ്വഭാവങ്ങളെ തീരുമാനിക്കുന്ന കണികകൾ ഈ ബീജങ്ങളിലുണ്ട്. ഇതിൽ ഏതിന് സ്വാധീനമുള്ള ബീജമാണോ മുൻപിൽ വരുന്നത്, ആ ബീജം അതിലുണ്ടാകുന്ന കുട്ടി, ആ കുട്ടി ആ പ്രത്യേക സ്വഭാവം രൂപമുള്ള ആളായി മാറും. എന്തിനേറെ പറയുന്നു, ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നു. അവൻ ഭാവിയിൽ ആരായി തീരണം എന്നുവരെ തീരുമാനിക്കപ്പെടുന്നത് ഈ 50 കോടിയോളം വരുന്ന പുരുഷ ബീജങ്ങൾ യാത്ര ചെയ്യുന്ന, മത്സരം നടത്തുന്ന, ആ ഓട്ട മത്സരത്തിൽ ജയിക്കുന്ന മുൻപിൽ വരുന്ന ഒരൊറ്റ ബീജമാണ്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ജനിക്കാനിരിക്കുന്ന കുട്ടി അവൻ സ്വാലിഹീങ്ങളിൽ പെടണോ, സ്വാലിഹാത്തുകളിൽ പെടുന്ന മകളായി മാറണോ, ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് ഉയരേണ്ടവനാവണോ, ലോകത്തിന് മുഴുവനും ഫിത്ന ഉണ്ടാക്കുന്നവനാവണോ, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനാവണോ,
എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ട ഒരു ബീജമാണ് മുൻപിൽ വരുന്നതെങ്കിൽ, ആ ഓട്ട മത്സരത്തിൽ ജയിക്കുന്നതെങ്കിൽ, അതിൽ ജനിക്കുന്ന കുട്ടി ആ പ്രത്യേക സ്വഭാവ ഗുണങ്ങളുള്ളവനായി മാറും. മക്കൾ ചീത്തയായി പോകുന്നതിന് ആരെയാ പഠിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. 90% കാര്യങ്ങളും ഞാൻ ഈ പറയുന്നത് ശാസ്ത്രവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ 10% കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം. സ്വാലിഹീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മക്കളുണ്ടാവാം, സ്വാലിഹീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മക്കളുണ്ടാവാം. മക്കളെ കൊണ്ട് നമ്മെ പരീക്ഷിക്കാറുണ്ട്, മാതാപിതാക്കളെ കൊണ്ട് മക്കളെയും പരീക്ഷിക്കാറുണ്ട്. അതൊക്കെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അതല്ല, പരീക്ഷണം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദായി കണക്കാക്കുകയും അത് അവൻ അനുഭവിക്കുന്ന കാലം അത്രയും അവനെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യം കിട്ടുകയും ചെയ്യുമെന്നുള്ള 10% വസ്തുത മാറ്റിവെച്ചാൽ ബാക്കി 90% നമ്മിൽ നിന്നും ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഭാവി വരെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. നമ്മിൽ നിന്നും പുറപ്പെടുന്ന 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒന്നുകിൽ 50 കോടി ബീജങ്ങളും സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളാവേണ്ടവരാവണം. അതല്ലെങ്കിൽ ആ ഓട്ട മത്സരത്തിൽ ജയിക്കേണ്ടത് നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മക്കളാവേണ്ട ബീജം അല്ലാത്ത സ്വാലിഹീങ്ങളിൽപ്പെട്ട ബീജങ്ങൾ മുമ്പിൽ വരണം. ഒന്നെങ്കിൽ ഓട്ട മത്സരത്തിൽ അവർ ജയിക്കണം, അല്ലെങ്കിൽ എല്ലാം സ്വാലിഹീങ്ങളിൽപ്പെട്ടതായിരിക്കണം. രണ്ടാലൊന്നും നടക്കണം. ഏതാ ഇതിൽ എളുപ്പം? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. മനുഷ്യന് കൈകടത്താൻ പറ്റാത്തൊരു മേഖലയാണ്. പക്ഷേ മനുഷ്യന് കൈകടത്താൻ ഈ മേഖലയിൽ പറ്റി. എത്രത്തോളം എന്നാൽ, ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഉന്നതിയെ അവർ തീരുമാനിച്ചുകൊണ്ട് ജനിക്കാനിരിക്കുന്ന എന്റെ മകൻ, അതല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന എന്റെ മകൾ ഭാവിയിൽ ആരായിത്തീരണം എന്ന് വരെ തീരുമാനിക്കുവാൻ ശാസ്ത്രം മനുഷ്യന് വകവെച്ചു കൊടുത്തിട്ടുള്ള ലോകത്താണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, വളരെ വ്യക്തമായ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ശാസ്ത്ര വസ്തുത, ഈ കാണുന്നത് ഒരു ബീജത്തിന്റെ കമ്പ്യൂട്ടർ ആർട്ട് വർക്കാണ്. ഒരു പുരുഷ ബീജത്തിന്റെ ആർട്ട് വർക്കാണ് നിങ്ങളെ കാണുന്നത്. ഇങ്ങനത്തെ 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽപ്പെട്ട ഒരൊറ്റ ബീജം മാത്രം യാത്ര ചെയ്ത് ജയിച്ച് അത് സ്ത്രീ ബീജവുമായി യോജിച്ച് അതിലൊരു കുട്ടി ഉണ്ടാകും എങ്കിൽ ഇതിന്റെ തലഭാഗത്ത് ഒരു എക്സ് മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു നീല കളറിൽ എക്സ് മാർക്ക്. ഈ എക്സ് മാർക്ക് അത് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ആ എക്സ് മാർക്കിനെ ശാസ്ത്രം പേര് കൊടുത്തിട്ടുള്ളത് ക്രോമസോം എന്ന. ക്രോമസോം അതായത് പാരമ്പര്യ സ്വഭാവങ്ങളെ തീരുമാനിക്കുന്ന ഘടകം. പാരമ്പര്യ സ്വഭാവങ്ങളെ തീരുമാനിക്കുന്ന ഘടകമാണ് ക്രോമസോം. ആ ക്രോമസോമിന്റെ പേര് എക്സ് ക്രോമസോം എന്നാണ്. അങ്ങനെ ആ ക്രോമസോം മാത്രം എടുത്തൊരു പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട സകലമാന കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവൻ ഭാവിയിൽ ആരാവണം, അവൻ എത്ര പൊക്കമുള്ളവനാവണം, എത്ര വണ്ണം ഉണ്ടാവണം, അവൻ ഓരോ സെക്കൻഡിലും അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചിന്തിക്കണമെന്ന് പോലും വളരെ വ്യക്തമായി ആ ക്രോമസോമുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവനും വായിച്ചെടുക്കുവാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആത്മീയ രഹസ്യങ്ങൾ വായിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല നമ്മുടെ ശാസ്ത്രം. ആ ശാസ്ത്രത്തിന് അതിൻ്റെതായ പോരായ്മകളുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഭൗതിക വിഷയങ്ങളിൽ സകലമാന കാര്യങ്ങളും ആ ക്രോമസോമിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവന്റെ വിധിയുടെ പുസ്തകമാണ്. ആ ഒരൊറ്റ ക്രോമസോമിൽ അവന്റെ വിധിയുടെ പുസ്തകമുണ്ട്. അവന്റെ വിധിയുമായി ബന്ധപ്പെട്ട സകലമാന കാര്യങ്ങളും ആ ക്രോമസോമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്രോമസോം ഏത് ബീജത്തിന്റെ, പുരുഷ ബീജത്തിന്റെ തലയിലാണോ ആ ബീജമാണോ ആ ഓട്ട മത്സരത്തിൽ ജയിക്കുന്നത്, ആ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ സകലമാന വിധികളും അവിടെ രേഖപ്പെടുത്തപ്പെട്ടു. അവന്റെ സ്വഭാവം രേഖപ്പെടുത്തപ്പെട്ടു, അവന്റെ വലിപ്പം രേഖപ്പെടുത്തപ്പെട്ടു, അവൻ ഭാവിയിൽ ആരാകണമെന്ന് രേഖപ്പെടുത്തപ്പെട്ടു, അവൻ എന്ന് ജനിക്കണമെന്ന് രേഖപ്പെടുത്തപ്പെട്ടു, എന്ന് മരിക്കണമെന്ന് രേഖപ്പെടുത്തപ്പെട്ടു, അവന്റെ ഹൃദയം എങ്ങനെ ഉണ്ടാവണമെന്ന് രേഖപ്പെടുത്തപ്പെട്ടു, ശരീരങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകണോ രേഖപ്പെടുത്തപ്പെട്ടു, അവൻ നല്ല ബുദ്ധിയുള്ളവനാവണോ രേഖപ്പെടുത്തപ്പെട്ടു, മന്ദബുദ്ധികളെ പോലെയുള്ള മക്കളായി പോണോ രേഖപ്പെടുത്തപ്പെട്ടു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിങ്ങനെ ഭാവിയെ സംബന്ധിച്ച സകലമാന കാര്യങ്ങളും കോറിയിട്ടിട്ടുള്ള, മനുഷ്യന്റെ സ്വഭാവ വൈചിത്രങ്ങളും രൂപഘടനയും മുഴുവനും കോറിയിട്ടിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് അവനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള, അവന്റെ ഉള്ളിലുള്ള, അവന്റെ ബീജങ്ങളിലുള്ള പ്രത്യേക ക്രോമസോമുകൾ എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ജനിക്കാനിരിക്കുന്ന കുട്ടി ആണാകണോ പെണ്ണാകണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ജനിക്കാനിരിക്കുന്ന കുട്ടി ഭാവിയിൽ ആരായിത്തീരണം എന്ന് വരെ ക്രോമസോമുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ വെറുതെ പറയണം. എന്റെ മോൻ അവൻ ജനിച്ച് ഇത്ര നാൾ കഴിയുമ്പോൾ ഡോക്ടർ ആവണം എന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവന്റെ ബുദ്ധിയെ പോലും അളക്കാവുന്ന തരത്തിൽ ശാസ്ത്രം ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഡോക്ടർ തഥാഗത് അവതാർ തുളസി എന്ന് പേരുള്ള 22 വയസ്സുകാരനായ പയ്യനാണ്. ഡോക്ടർ തഥാഗത് അവതാർ തുളസി. ഇവന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചോ. 9ാമത്തെ വയസ്സിൽ മൂപ്പർ SSLC പാസ്സായി. 9ാമത്തെ വയസ്സിൽ SSLC, 10ാമത്തെ വയസ്സിൽ BSc ഇൻ ഫിസിക്സ്, 12ാമത്തെ വയസ്സിൽ MSc ഇൻ ഫിസിക്സ്, 21ാമത്തെ വയസ്സിൽ PhD എടുത്തു. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആശാസ്വപ്നമായ IIT-യിലെ അധ്യാപകനാണ്. ബിടെക്കിന് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ IIT-യിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ വേണ്ടി നാം പഠിക്കാറുണ്ട്. നമ്മുടെ പിള്ളേർ പഠിക്കാറുണ്ട്, നമ്മൾ പഠിപ്പിക്കാറുണ്ട്.
ഇനി ബിടെക്കിന് IIT കിട്ടിയില്ലെങ്കിലോ എംടെക്കിനെങ്കിലും IIT കിട്ടണമെന്ന ആഗ്രഹത്തിൽ ബിടെക് കഴിഞ്ഞാൽ എംടെക്കിന് വേണ്ടി IIT സ്വപ്നം വെച്ച് പഠിക്കുന്ന പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് സഹോദരന്മാരില്ലേ, നിങ്ങൾ പഠിച്ചോ. നിങ്ങൾ ബിടെക്കിന് 22ാമത്തെ വയസ്സിൽ ബിടെക് കഴിഞ്ഞ് എംടെക്കിന് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തഥാഗത അവതാർ തുളസി 22 വയസ്സുകാരൻ, നിങ്ങളുടെ സമപ്രായക്കാരൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാകും. 9ാമത്തെ വയസ്സിൽ അദ്ദേഹം SLC പാസ്സായി. 10ാമത്തെ വയസ്സിൽ BSc ബിരുദം ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ BSc. നമുക്കറിയാം ഭൗതിക വിഷയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാൻ ഫിസിക്സ് ആണ്. എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വെറുതെ കൈ വെക്കോ, വെറുതെ ഒന്ന് കേൾക്കാൻ കാണാൻ പറ്റിട്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നിങ്ങൾ എന്തായാലും കൈ വെക്കൂല, ഉറപ്പാത്ത ചോദ്യം വരുമല്ലോ, അതുകൊണ്ട് കൈ വെക്കൂല. ഫിസിക്സ് എന്ന സബ്ജക്ട് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഭൗതിക വിഷയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഫിസിക്സ് ആണ്. 10ാമത്തെ വയസ്സിൽ MSc ഇൻ ഫിസിക്സ്. എന്നെ ഫിസിക്സ് പഠിപ്പിച്ച അധ്യാപകൻ ഉണ്ടായിരുന്നു, പ്രൊഫസർ ഡോക്ടർ ശശീന്ദ്രൻ. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പ്രൊഫസർ ഡോക്ടർ ശശീന്ദ്രൻ MSc PhD. ഫിസിക്സ് എന്ന വാക്ക് അതിലില്ല, ഫിസിക്സ് എന്ന വാക്ക് അതിലില്ല, മറിച്ച് ഒരു ക്യാപ്ഷൻ എന്ന് കേട്ടില്ലേ. ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പല സ്ഥലത്തും പറയാറുള്ള ഒരു ഉദാഹരണം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പ്രകൃതിയുടെ മിശ്രിതം ടാറ്റയുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കൊച്ചു പിള്ളേര് പറയും എന്താ സാധനം എന്നുള്ളത്. എന്താ മോനെ? പ്രകൃതിയുടെ മിശ്രിതം. അൽഹംദുലില്ലാ TV കാണാത്ത പിള്ളേരാണ്. പ്രകൃതിയുടെ മിശ്രിതം ടാറ്റയുടെ പാക്കിംഗ്. കണ്ണൻ ദേവൻ അല്ലെ. അപ്പൊ ക്യാപ്ഷൻ കേൾക്കുമ്പോൾ സാധനം മനസ്സിലാവും എന്നതുപോലെ അദ്ദേഹം തന്റെ വിസിറ്റിംഗ് കാർഡിൽ പ്രൊഫസർ ഡോക്ടർ ശശീന്ദ്രൻ MSc PhD ഏറ്റവും അടിയിലെ ഒരു ക്യാപ്ഷൻ, പ്രൊഫസർ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്ട്സ്. പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയത്തിന്റെ പ്രൊഫസർ. ഇത് കാണുന്നൊരു മനസ്സിലപ്പോ മനസ്സിലാവും ഇയാള് ഫിസിക്സിന്റെ ആളാ. അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഫിസിക്സ് പഠിക്കാൻ. ആ ഫിസിക്സിൽ 12ാമത്തെ വയസ്സിൽ MSc പാസ്സായി. നമ്മുടെ 12 വയസ്സുള്ള പിള്ളേർ ഇപ്പൊ ഇവിടെ 7ാം ക്ലാസ്സിൽ. 12ാമത്തെ വയസ്സിൽ ഫിസിക്സിൽ MSc. ഒരു യൂണിവേഴ്സിറ്റി BSc ഡിഗ്രിയും MSc ഡിഗ്രിയും അതും ഫിസിക്സിൽ വെറുതെ കൊടുക്കുക, കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനം അത്. അങ്ങനെ അത്രത്തോളം 5 വർഷത്തെ പഠനം പോലും ഒരൊറ്റ വർഷം കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങനെ അദ്ദേഹം 10ാമത്തെ വയസ്സിൽ BSc ബിരുദം നേടുകയും 12ാമത്തെ വയസ്സിൽ MSc എടുക്കുകയും 21ാമത്തെ വയസ്സിൽ അദ്ദേഹം PhD എടുക്കുകയും ഡോക്ടറേറ്റ് നേടുകയും ഇപ്പോൾ മുംബൈ IITയിൽ, ചിത്രത്തിൽ കാണുന്ന മുംബൈ IITയിലെ പ്രൊഫസർ ആയിക്കൊണ്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലൊരു കുട്ടി ഇങ്ങനെ പിറക്കാനുണ്ടായ കാരണം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയാമോ? ഞാനിതൊന്നും വെറുതെ പറയല്ല, വെറുതെ നമ്മളൊന്നും പറയാറില്ല, ഒരു തെളിവില്ലാണ്ട് ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് 2010 സെപ്റ്റംബർ 12 മലയാള മനോരമ സൺഡേ സപ്ലിമെന്റ് ആണ്. 2010 സെപ്റ്റംബർ 12 ഡോക്ടർ അവതാരം എന്ന പേരിൽ മലയാള മനോരമ സെപ്റ്റംബർ മാസത്തിൽ വളരെ യാദൃശ്ചികമായി എന്റെ കയ്യിൽപ്പെട്ട ഒരു പത്രമാണിത്. ഇതിൽ ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് നൂറ്റാണ്ട് മുമ്പുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഇതിന് പുറകിൽ അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത്, കാരണം എന്താണ്, പഠിപ്പിച്ചും പഠിക്കാം എന്ന പേരിൽ ബാക്കി വിവരണങ്ങൾ വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെന്നാൽ ഇദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹം ലക്നൗ കോടതിയിലെ അഭിഭാഷകനായിരുന്നു. ലക്നൌവിലെ ഒരു കോടതിയിലെ അഭിഭാഷകനായിരുന്നു. അഡ്വക്കേറ്റുമാർക്ക് കുറിച്ച് ബുദ്ധി കൂടുതലാണല്ലോ എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകതകൾ എനിക്കിവിടെ രേഖപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞു, 22 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതി വെച്ചു, എനിക്ക് ജനിക്കാനിരിക്കുന്നവൻ ആൺകുട്ടിയായിരിക്കും, അവന് പ്രായപൂർത്തിയെത്തിയാൽ ഇത്ര പൊക്കമുണ്ടാകും, അവന്റെ തൊലിയുടെ നിറം കുഴച്ചുവെച്ച മൈദമാവിന്റെ നിറം തീരുമാനിച്ചു, കണ്ണിന്റെ നിറം തീരുമാനിച്ചു, ഒരിക്കലും പൊഴിയാത്ത മുടി തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 22 കൊല്ലം മുമ്പ് പറയാ, എനിക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടി അവൻ ലോകത്തെ മുഴുവനും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള അതിബുദ്ധിമാനായിരിക്കും തീരുമാനിച്ചു. അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിന്റെ, ആധുനിക ബയോടെക്നോളജിയുടെ, ജൈവ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ രൂപമായ യൂജനിക്സ് എന്ന ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട്, അതിന് ഇന്നിപ്പോ യൂജനിക്സ് എന്ന് പറയാം, ആ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ബീജങ്ങൾ എടുത്തിട്ട് അതിൽ താൻ ഉദ്ദേശിക്കുന്ന സ്വഭാവ ഗുണങ്ങൾക്ക് വേണ്ട ജീനുകൾ, പാരമ്പര്യ സ്വഭാവത്തെ തീരുമാനിക്കുന്ന ജീനുകളെ തെരഞ്ഞെടുത്തിട്ട് അത് സഹധർമ്മിണിയുടെ ബീജവുമായി യോജിപ്പിച്ച് അത് ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് അങ്ങനെ വളർത്തി വലുതാക്കി ഒരു കുട്ടിയായി മാറി. ഒന്ന് ആലോചിക്കുക, ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ സകലമായ രൂപവും സ്വഭാവവും അവന്റെ ബുദ്ധിയും വരെ തീരുമാനിക്കുന്ന തരത്തിൽ ശാസ്ത്രം വളർന്നു. തെളിവാണ് എന്റെ കയ്യിലെല്ലാം ഉള്ളത്. ജനിക്കാനിരിക്കുന്ന കുട്ടി ആരായിത്തീരണം എന്നവരെ വളരെ വ്യക്തമായി കൊണ്ട് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ഈമാനിക ആവേശം തീരുമാനിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഭൗതിക രംഗത്ത് ഇത്തരം നേട്ടങ്ങൾ തീരുമാനിക്കാം, ആത്മീയമായ വിശുദ്ധിയും ആത്മീയമായ ഉന്നതിയും തീരുമാനിക്കാൻ ഒരു മനുഷ്യനും ശാസ്ത്രം കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഔലിയാക്കന്മാരായ മക്കൾ ഉണ്ടാവണം എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ.
നടക്കൂല. ഒരു ശാസ്ത്രത്തിനും സാധിക്കില്ല. മറ്റൊന്നും കൂടി മനസ്സിലാക്കിക്കോ. ഇതും മലയാള മനോരമ 2011, ഒരു കൊല്ലം മുമ്പുള്ള, ഒരു കൊല്ലമായിട്ടില്ല, 2011 നവംബർ 25 വെള്ളിയാഴ്ച മലയാള മനോരമ, മെട്രോ മനോരമയുടെ ബാക്ക് സൈഡാണ്. ഖുറാന വായിച്ചെടുത്ത ജീവന്റെ പുസ്തകം എന്ന പേരിലാണ് ഇത് കാണുന്നത്. ഖുറാന വളരെ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഹർഗോവിന്ദ് ഖുറാന, അദ്ദേഹം ഒരു ജനിതക ശാസ്ത്രകാരനായിരുന്നു. ഈ ജനിതക ശാസ്ത്രത്തെ സംബന്ധിച്ച് ഹർഗോവിന്ദ് ഖുറാന പറയുന്ന വസ്തുതകൾ അദ്ദേഹം എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്യാവശ്യമുള്ള കാര്യം മാത്രമേ വായിക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചോ. ഈ ഭ്രൂണത്തിന്റെ, മാതാവിന്റെ ശരീരത്തിൽ ഗർഭാശയത്തിൽ വളരുന്ന ഭ്രൂണത്തിന്റെ കോശമർമ്മത്തിലുള്ള ജീനോം അഥവാ പാരമ്പര്യ സ്വഭാവത്തെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ, അത് ആ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി വെക്കുകയാണ്. ആ ഭ്രൂണത്തിന്റെ വിഭജനങ്ങൾ എപ്പോൾ നടക്കണം, വിഭജിച്ച് പുതുതായി ഉണ്ടായ കോശങ്ങൾ ഏതു തരത്തിൽ രൂപം കൊള്ളണം, നല്ല രീതിയിൽ വേണോ അല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോണോ, കൈകാലുകൾ, കണ്ണ്, മൂക്ക്, ഹൃദയം, ശ്വാസകോശം എന്ന് വേണ്ട അവയവങ്ങൾ എപ്പോൾ എങ്ങനെ ഉണ്ടാകണം. തീർന്നില്ല, കോളേജിൽ പോകുമ്പോൾ ഇവൻ ഏത് പെൺകുട്ടിയെ ലൈൻ അടിക്കണം, അതിനകത്ത് എഴുതിയിട്ടാണ്. മനോരമയുടെ ഭാഷയാണ്, എന്റെ ഭാഷയല്ല. ആ ജീനുകൾ രേഖപ്പെടുത്തുന്ന വസ്തുതയാണ്. കോളേജിൽ പോകുമ്പോൾ ഇവൻ ഏത് പെൺകുട്ടിയെ ലൈൻ അടിക്കണം, എപ്പോൾ അവൻ അവളെയും അവളുടെ വീട്ടുകാരെയും തെറി വിളിക്കണം, അവൾ പിണങ്ങി പോകുമ്പോൾ എങ്ങനെ നേരിടണം എന്ന് തുടങ്ങി, എപ്പോൾ നരയ്ക്കണം, എപ്പോൾ പല്ലുകൊഴിയണം എന്നുവരെ തീരുമാനിക്കപ്പെടുന്നത് ജീനോമിലുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആലോചിച്ച് നോക്കി. ഭാവിയിൽ ഇവൻ കാണിച്ചു കൂട്ടാൻ പോണ സകലമാന കാര്യങ്ങളും അവന്റെ ശരീരത്തിൽ അവനായി മാറാൻ കാരണമായ അവന്റെ പിതാവിന്റെ ബീജത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പത്രക്കട്ടിങ് എന്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വരിയാണ്, ബാബാ മുതുകീന്ന് ഖുതുബായി വന്നോവർ, മഹാനായ ഔസുൽ ആലം ഖുതുബുൽ ആലം സുൽത്താനുൽ ഔലിയാ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബൂ മുഹമ്മദ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി അൽ ഹസനി വൽ ഹുസൈനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവർകൾ ജനിക്കുന്നതിന് മുൻപേ ഖുതുബാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമാണ്, വിശ്വസിക്കാൻ പറ്റൂല. മഹാനവർകൾ ജനിക്കുന്നതിന് മുൻപേ ഖുതുബാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അവൻ ജനിക്കാനിരിക്കുന്ന കുട്ടി അവൻ ഭാവിയിൽ ആരാകണം എന്ന് വരെ തീരുമാനിക്കുവാൻ ശാസ്ത്രത്തെ ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ ഇക്കാര്യങ്ങളിൽ ഒന്നും സംശയിക്കേണ്ട. കാര്യങ്ങൾ നല്ല വിധത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഭാവിയെ തീരുമാനിക്കുന്നത് അവന്റെ പിതാവിൽ നിന്നുള്ള ബീജങ്ങളാണ്. മാതാവിന്റെ ബീജങ്ങൾക്കും അതിൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ കാണുന്നത് എക്സ് എന്ന തലയുള്ള ബീജമാണ് നിങ്ങളെ സൈഡിൽ കാണുന്നത്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് ചില സാഹചര്യത്തിൽ വൈ വരാം. അതായത് പുരുഷനിൽ നിന്നും പുറപ്പെടുന്ന 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽ ചിലതിന്റെ തലയിൽ എക്സ് ആയിരിക്കും, ചിലതിന്റെ തലയിൽ വൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പുരുഷനിൽ മാത്രമുള്ള ഒരു പ്രത്യേക ക്രോമസോമാണ് വൈ. സ്ത്രീകളിൽ വൈ എന്ന ക്രോമസോം ഇല്ല. പുരുഷനിൽ വൈ ഉണ്ട്, പുരുഷനിലും സ്ത്രീയിലും എക്സും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുരുഷനിൽ എക്സും ഉണ്ടാവും, വൈയും ഉണ്ടാവും, സ്ത്രീകളിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കണം, പുരുഷൻ എക്സും വൈയും ചേർന്നാൽ പുരുഷൻ, എക്സും എക്സും ചേർന്നാൽ സ്ത്രീ. മാതാവിന്റെ ശരീരവും പിതാവിന്റെ ശരീരവും അവരിൽ നിന്നും പുറപ്പെടുന്ന ബീജങ്ങളിൽ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന 50 കോടി വരുന്ന ബീജങ്ങളിൽപ്പെട്ട ഒരു ബീജത്തിന്റെ തലയിൽ നിങ്ങൾ ആദ്യം കണ്ട പോലെയുള്ള എക്സ് ആണെങ്കിൽ, ആ എക്സ് ഉള്ള ബീജമാണ് മാതാവിന്റെ ബീജവുമായി ചേരുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടി എക്സ് എക്സ് എന്ന പ്രത്യേക ക്രോമസോം ഘടനയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. പിതാവിൽ നിന്നും പുറപ്പെടുന്ന 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽ വൈ എന്ന പ്രത്യേക ക്രോമസോം ഉള്ള ബീജമാണ് ആ ഓട്ട മത്സരത്തിൽ ജയിച്ച് മുൻപിൽ വന്ന് അത് മാതാവിന്റെ ബീജവുമായി യോജിക്കുന്നതെങ്കിൽ അതിൽ എക്സ് വൈ എന്ന പ്രത്യേക ക്രോമസോം ഘടനയുള്ള ഒരു ആൺകുട്ടിയായിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന കുട്ടി ആൺകുട്ടിയാകണോ പെൺകുട്ടിയാകണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പിതാവാണോ മാതാവാണോ? വളരെ വ്യക്തമാണ്. പുരുഷന്റെ ശരീരത്തിലാണ് കുട്ടിയുടെ ലിംഗത്തെ വേർതിരിക്കുന്ന വൈ എന്ന ക്രോമസോം ഉള്ളൂ. വൈ എന്ന ക്രോമസോം ഉള്ള ബീജങ്ങളാണ് മുൻപിൽ വരുന്നതെങ്കിൽ തീർച്ചയായും അത് ആൺകുട്ടിയായി മാറേണ്ട ബീജങ്ങളാണ്. ആ പ്രത്യേക ക്രോമസോം ഘടന എക്സ് വൈ എന്ന് വേർതിരിക്കപ്പെടുകയും അതിൽ ജനിക്കുന്ന കുട്ടി ഒരു ആൺകുട്ടിയായി മാറുകയും ചെയ്യും എന്ന് ശാസ്ത്രം പറഞ്ഞെങ്കിൽ ഇത് വളരെ വ്യക്തമായി 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ജനിക്കാനിരിക്കുന്ന കുട്ടി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് പുരുഷനാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഈ ജാഹിലിയ കാലഘട്ടം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക. പെൺകുട്ടി പറഞ്ഞാൽ പിന്നെ പെണ്ണുമ്പിള്ളയ്ക്കും വീട്ടുകാർക്കും ഒരു തലയ്ക്ക് സ്വൈരിട്ടാവില്ല. വല്ലാത്തൊരവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചുരുങ്ങിയതൊരു 20-25 വർഷങ്ങൾക്ക് പിറകോട്ട് ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു.
പെൺകുട്ടികൾ നന്മകളാണ്, ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹം എന്തൊക്കെ മനുഷ്യന് കിട്ടിയോ അതിനൊക്കെ ചോദ്യമുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ആ മഹ്ശറ മരുഭൂമിയിൽ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പെൺകുട്ടികളെ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചോ എന്നാണ് മതം പഠിപ്പിക്കുന്നത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പെൺകുട്ടികളുള്ളവർക്ക് ആൺകുട്ടികളെയും ആൺകുട്ടികളുള്ളവർക്ക് പെൺകുട്ടികളെയും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നന്മകളാണ് പെൺകുട്ടികൾ, ചോദ്യം ഉണ്ടാവില്ല. അനുഗ്രഹങ്ങളാണ് ആൺകുട്ടികൾ. ഓരോ ആൺകുട്ടിക്കും ചോദ്യമുണ്ട്. ആ ആൺകുട്ടികളെ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ, അവരെ കൊണ്ട് കിട്ടിയ നന്മകൾ കൊണ്ട് നാം അനുഭവിച്ച കാര്യങ്ങൾ, അതിന് റബ്ബിന് ശുക്ർ ചെയ്തോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാവണം എന്നുകൂടി ആ വിഷയത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പുരുഷനാണോ സ്ത്രീയാണോ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നത്? പുരുഷനാണെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഖുർആൻ ആയത്താണ് ഇവിടെ കാണുന്നത്. അന്നഹു ഖലഖൽ സൗജൈനി الذكر والأنثى من نطفة إذا تمنى. അവൻ തന്നെയാണ് ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ച് തെറിപ്പിക്കപ്പെടുന്ന ഒരു ബീജത്തിൽ നിന്ന്. ആൺ പെൺ ഇണകളെ, മനുഷ്യനെ എന്നല്ല പറഞ്ഞത്, ആൺ പെൺ ഇണകളെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരൻ അത് പുരുഷനാണ്. ആണെന്നും പെണ്ണെന്നുമുള്ള വിവേചനത്തിന് കാരണക്കാരൻ പുരുഷനാണെന്ന് വളരെ വ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു. സെക്സ് ഡിറ്റർമിനേഷന് കാരണം എക്സും വൈയും ഒക്കെ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് നാളെത്രയായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഏതാനും ചില നൂറ്റാണ്ടുകൾ, 2-3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാത്രമാണ് ഇത്തരം വസ്തുതകൾ ശാസ്ത്രത്തിന്റെ കണ്ണിൽപ്പെട്ടതെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന് ചിന്തിക്കാവുന്ന തരത്തിൽ ഗവേഷണങ്ങളിൽ ഏർപ്പെടാവുന്ന, ഭൗതികപരമായ ഇജ്തിഹാദിൽ ഏർപ്പെടാവുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നാം ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ലിംഗനിർണയം നടത്തുന്നത് പുരുഷനിൽ നിന്നുള്ള ബീജങ്ങളാണ്, മറിച്ച് സ്ത്രീയിൽ നിന്നുള്ള ബീജങ്ങളാണെന്ന സങ്കല്പം തെറ്റാണ്. ഇത് വളരെ രസകരമായ ഒരു ഗണിതശാസ്ത്രപരമായ അത്ഭുതമാണ്. ലോകത്തേക്ക് ഏറ്റവും ആദ്യമായി ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ അത് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട, മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ എന്ന് തുടങ്ങിയിട്ട് മാലം യഅലം എന്ന് അവസാനിക്കുന്ന ഈ സൂക്തങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി മനസ്സിലാക്കണം, ചിന്തിക്കണം, എന്നോടൊപ്പം തന്നെ യാത്ര ചെയ്യണം. ഈ കാണുന്ന സൂക്തങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയേ. ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ നോക്കാം. അതൊക്കെ ഒരേ കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഖുർആൻ റബ്ബിക അല്ലദീ ഖലഖ അൽ ഇൻസാന ഇന്നിത്യാദിയുള്ള വാക്കുകൾ ആവർത്തിക്കപ്പെടുന്നതാണ്. നോക്കിയാൽ ഉറപ്പാക്കാം. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ അതാണെങ്കിൽ അതിന് ഞാൻ ഈ ഖുർആൻ റബ്ബിക അല്ലദീ ഖലഖ അൽ ഇൻസാന അല്ലമ എന്നിങ്ങനെയുള്ള 6 വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ആവർത്തിക്കപ്പെടുന്ന വാക്കുകളാണ് ആ പ്രത്യേക സൂക്തങ്ങളെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ ഞാൻ ആവർത്തിക്കപ്പെടുന്നതിന് ഇതുപോലെ എഴുതുന്നു, 2 എഴുതുന്നു. എങ്കിൽ ഓരോ വശത്തെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം അലിഫ് ഖാഫ് റാ ഐൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ വായിച്ചോ, എണ്ണിക്കോ, അത് 23 ആണ്. എണ്ണി നോക്കാം. 23 ആണ്, 23 ആയിരിക്കണം. ഈ പറയാൻ പോകുന്ന വലിയൊരു ശാസ്ത്ര രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ. കേൾക്കണം, മനസ്സിലാക്കണം. അപ്പോ ഒരു സൈഡിൽ ഈ ഖുർആൻ ആവർത്തിക്കപ്പെടുന്ന വാക്കുകളെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു സൈഡിലും ഒരു വശത്തും മറ്റേ വശത്തും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അത് 23 വീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്നും മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന വിശുദ്ധങ്ങളായ ആയത്തുകളിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ ആവർത്തിക്കപ്പെടുന്ന വാക്കുകളിലെ അക്ഷരങ്ങളുടെ എണ്ണം 23 വീതമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കമെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഒരു മനുഷ്യനിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉള്ള ബീജങ്ങളിൽ നേരത്തെ പറഞ്ഞ പാരമ്പര്യ സ്വഭാവങ്ങളെ തീരുമാനിക്കുന്ന ക്രോമസോമുകളുടെ എണ്ണം 23 വീതമാണ്. പുരുഷ ബീജത്തിലും സ്ത്രീ ബീജത്തിലും 23 വീതം ക്രോമസോമുകൾ ഉണ്ട്. അത് രണ്ടും കൂടുമ്പോൾ 46 എന്ന ക്രോമസോമുള്ള മനുഷ്യനായി മാറും. ഒരു മനുഷ്യനിൽ അവന്റെ ശരീരത്തിലെ ഏതൊരു കോശം എടുത്ത് പരിശോധിച്ചാലും അതിൽ 46 പാരമ്പര്യ സ്വഭാവങ്ങളെ തീരുമാനിക്കുന്ന ക്രോമസോമുകളെ കാണാം. 47 ആയി കഴിഞ്ഞാൽ അവസ്ഥ മാറും, വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറും, ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് 46 എന്നുള്ളത് 45 47 മാറിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് വല്ലാത്തൊരു ശാസ്ത്ര രഹസ്യമാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ആയത്തുകളിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ എടുത്താൽ അതിലെ അക്ഷരങ്ങളുടെ എണ്ണം 23 ആണെങ്കിൽ ആ 23 ചേർന്നാൽ 46 ആകുമെങ്കിൽ
മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ആയത്തുകൾ എന്ന് പറയുന്നു മനുഷ്യനിലുള്ള ക്രോമസോമുകളുടെ എണ്ണം 46 ആ മനുഷ്യന് കാരണമാകുന്ന ഒരു കുട്ടിയുടെ ജനനത്തിന് കാരണമാകുന്ന ബീജങ്ങൾ അവയിൽ ക്രോമസോമുകളുടെ എണ്ണം 23 വീതമാണ്. ഈ വല്ലാത്ത ശാസ്ത്ര സത്യം ഇത് വലിയ ശാസ്ത്ര രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഭൗതിക ജിത്തിഹാദിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുതയാണ്. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തേക്ക് വന്നത്. ഇത് നിബന്ധനകൾ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിൽ ഇത് വരേണ്ട ആവശ്യവുമില്ല. പക്ഷേ വിശുദ്ധ ഖുർആന്റെ ആധികാരികത ഞാൻ പറയുമ്പോൾ ഏതൊക്കെ ശാസ്ത്രം ഏതൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ പുരോഗമിച്ച് മുൻപോട്ട് കുതിച്ചാലും ആ വരുന്ന കാലഘട്ടങ്ങളിൽ കണ്ടുപിടിക്കപ്പെടുന്ന ശാസ്ത്ര വസ്തുതകളെ തിരിച്ചൊന്ന് വിശുദ്ധ ഖുർആനുമായി തുലനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് എപ്പോൾ വിശുദ്ധ ഖുർആനോട് യോജിക്കുന്നുവോ ആ ശാസ്ത്ര സത്യം ആ ശാസ്ത്ര രഹസ്യം അത് സത്യം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഏതുപോലെ ഒരു കാലഘട്ടത്തിൽ സൂര്യൻ നിൽക്കുന്നുവെന്നും ഗ്രഹങ്ങൾ അതിന് ചുറ്റും കറങ്ങുന്നുവെന്നും പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിൽ നിന്നും കണ്ടെത്താവുന്ന സൂര്യന്റെ ചലനത്തെ പറ്റിയുള്ള വസ്തുതകൾ സൂര്യൻ നിൽക്കുകയല്ല അത് ചലിക്കുകയാണ് എന്ന് രേഖപ്പെടുത്തിയോ അത് വിശുദ്ധ ഖുർആനുമായി തുലനം ചെയ്യപ്പെട്ടാൽ അത് സത്യമായി മനസ്സിലാക്കപ്പെട്ടാൽ പിന്നെ അതിന് മാറ്റം വരാനില്ല. അല്ലാത്തതൊക്കെ മാറ്റം വന്നേ പറ്റൂ. ഇന്ന് പറയുന്ന പല ശാസ്ത്ര രഹസ്യങ്ങളും ഇന്ന് പറഞ്ഞിട്ടുള്ള പല ശാസ്ത്ര സത്യങ്ങളും പണ്ടത്തെ മണ്ടത്തരങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എപ്പോൾ വിശുദ്ധ ഖുർആനുമായി തുലനം ചെയ്യപ്പെടുമ്പോൾ സത്യമെന്ന് മനസ്സിലാകുന്നുവോ അത് ആ സത്യം അത് ശാസ്ത്ര സത്യമായി മാറുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. ഇത് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു കോണിലൂടെ നോക്കുമ്പോഴുള്ള ജനിതക ശാസ്ത്രപരമായ അതിശയമായിക്കൊണ്ട് അതല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായ അതിശയമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. ഇനിയൊന്നും ശ്രദ്ധിക്കാം. ആവർത്തിക്കപ്പെടാത്ത വാക്കുകൾ എടുക്കുക. ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞു വെച്ചുവെങ്കിൽ ആവർത്തിക്കപ്പെടാത്ത വാക്കുകൾ ഒന്നാമത്തെ ബിസ്മി എന്ന് തുടങ്ങുന്ന അലിഫും വസ്വിലിന്റെ അലിഫും സീനും മീമും ചേർത്ത് വായിച്ചാൽ അത് 4. പിന്നെ അങ്ങോട്ട് ഓരോ വാക്കും എടുത്ത് പരിശോധിച്ചാൽ ആവർത്തിക്കപ്പെടാത്ത വാക്കുകളിൽ അക്ഷരങ്ങളുടെ എണ്ണം എന്നുള്ളത് 30 എണ്ണം കിട്ടും. ബിസ്മി എന്നുള്ളത് ബിസ്മി എന്ന് വായിക്കാം. വസ്വിലിന്റെ അലിഫ് കൂടിയുള്ള ആ അലിഫും എടുത്താൽ അത് 4. പിന്നെ അങ്ങോട്ട് 5, 6, 7, 8, 9 താഴത്തെ ഒരു വാ കിടപ്പുണ്ട് മറന്നുപോണ്ട. ആ വാ അതുൾപ്പെടെ അത് 30 എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്നും മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു വെക്കുന്ന ഏറ്റവും ആദ്യമായി ഇറക്കപ്പെട്ട ആയത്തുകളിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകളിൽ അക്ഷരങ്ങളുടെ എണ്ണം 46 എന്നും ആവർത്തിക്കപ്പെടാത്ത വാക്കുകളിൽ അക്ഷരങ്ങളുടെ എണ്ണം 30 എന്നും കിട്ടിയാൽ അങ്ങനെ ലോകത്തേക്ക് ഏറ്റവും ആദ്യമായി ഇറക്കപ്പെട്ട ആ 5 സൂക്തങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മൊത്തത്തിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം 76 എന്ന് കിട്ടും. 76 കിട്ടും. മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്തുകളിൽ 76 വാക്കുകൾ ഉണ്ടെങ്കിൽ നാം ഇപ്പോൾ പാരായണം ചെയ്യുന്ന മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച വിശുദ്ധ ഖുർആനിൽ 76ാമത്തെ സൂറത്ത് അൽ ഇൻസാൻ മനുഷ്യൻ എന്നർത്ഥം വരുന്ന സൂറത്താണ്. അത് മറ്റൊരു കോണിലൂടെ നോക്കുമ്പോൾ അത്ഭുതമായിക്കൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 76 അക്ഷരങ്ങളാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ സൂക്തങ്ങളിൽ ഉള്ളതെങ്കിൽ അത് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അല്ലാഹു അഅലം. പക്ഷേ ആ ഒരു കോണിലൂടെ നോക്കിയാലും അതും അവിടെ പെർഫെക്ഷൻ ആയി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത്. 76ാമത്തെ സൂക്തം 76ാമത്തെ സൂറ അത് അൽ ഇൻസാൻ മനുഷ്യൻ എന്നർത്ഥം വരുന്ന സൂക്തം കൂടിയാണ്. ഏതൊരു കോണിലൂടെ നോക്കിയാലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പെർഫെക്ഷൻ പ്ലസ് പെർഫെക്ഷൻ പൂർണ്ണതയ്ക്കുമേലുള്ള പൂർണ്ണത നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിന്റെ മറ്റൊരു അത്ഭുതമായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് ഇടുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മനുഷ്യനോടും ജിന്നു മൃഗങ്ങളോടും എല്ലാം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതുപോലൊരു ആയത്ത് ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? നിങ്ങൾ ഒന്നിച്ചു ശ്രമിച്ചോ? നടക്കില്ല തന്നെ. എങ്ങനെയെന്നാൽ ഒരിക്കൽ പറയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് ഏതൊക്കെ ശാസ്ത്രം എന്തൊക്കെ തെളിയിച്ചാലും അതിന് തുലനം പിടിക്കാവുന്ന വാഗ്വാദങ്ങൾ കൊടുക്കാവുന്ന വസ്തുതകൾ പോലും ഒളിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതിങ്ങനെ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലോ അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ വന്നത്. പക്ഷേ ഏത് ആംഗിളിലൂടെ നോക്കിയാലും നമുക്ക് അവിടെ പെർഫെക്ഷൻ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമായ ചില ജീവിത ശൈലിയില് മാറ്റം വരുത്തേണ്ട വിഷയങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഈമാനിന്റെ അളവിനെ പോലും തീരുമാനിക്കുന്നത് അവന്റെ പിതാവിൽ നിന്നുള്ള മാതാവിൽ നിന്നുള്ള ബീജങ്ങളാണ്. പിതാവിനെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽപ്പെട്ട ഒരൊറ്റ ബീജമാണ് മുൻപിൽ വന്നുകൊണ്ട് അതിലൊരു കുട്ടി ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണവും രക്തവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? നാം കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ രക്തവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? വളരെ വ്യക്തമാണ്. നാം എന്ത് ഭക്ഷണം കഴിച്ചാലും, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നാം എന്ത് ഭക്ഷണം കഴിച്ചാലും അവസാനം ആത്യന്തികമായി അത് നമ്മുടെ രക്തത്തിൽ അലിയും. എന്ത് ഭക്ഷണം കഴിച്ചാലും അവസാനം അത് രക്തത്തിൽ അലിയും.
എന്തെങ്കിലും മധുരമുള്ള സാധനം കഴിച്ചു നോക്കുമോ? ആ മധുരം നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ രക്തം പരിശോധിച്ചാൽ മതി. മധുരം പോയ വഴിക്ക് എൻഡോസ്കോപ്പ് ഇട്ട് നോക്കിയിട്ട് കാര്യമില്ല. രക്തം പരിശോധിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ 1.5 മണിക്കൂറിനുള്ളിൽ കഴിക്കപ്പെട്ട ഭക്ഷണത്തിൽ എത്രത്തോളം പഞ്ചസാരയുടെ അംശമുണ്ടോ അത് വ്യക്തമായിട്ട് നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മനസ്സിലാക്കേണ്ടത് ഈ രക്തമാണ് ഭാവി തലമുറയെ തീരുമാനിക്കുന്ന ബീജങ്ങൾക്ക് പോഷണം നൽകുന്നത്. ഭാവി തലമുറയെ തീരുമാനിക്കുന്ന ബീജങ്ങൾക്ക് പോഷണം നൽകുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ രക്തമാണ്. സ്പാമറ്റോജെനസിസ് എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രോസസ്സിൽ, ആ പ്രോസസ്സിൽ രക്തത്തിന് സ്വാധീനമുണ്ട്. അവയ്ക്ക് പോഷണം നൽകുന്ന രക്തമാണ്. അപ്പോൾ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ വിധിയെ പോലും തീരുമാനിക്കുന്ന 50 കോടിയോളം വരുന്ന ബീജങ്ങളിൽപ്പെട്ട ഒരു ബീജം, അതിന്റെ ഈമാനിക ആവേശം, അതിനെ തീരുമാനിക്കുന്നത്, അതിന് പോഷണം നൽകുന്ന രക്തമാണ്. ആ രക്തം ഹലാലാണെങ്കിൽ ഹലാലായ ബീജങ്ങൾ, രക്തം ഹലാലാകണമെങ്കിൽ ഹലാലായ ഭക്ഷണം. കാരണം എന്ത് ഭക്ഷണം കഴിച്ചാലും രക്തത്തിൽ അലിയും. എന്ത് ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും അത് അവസാനം രക്തത്തിൽ എത്തിച്ചേരുമെങ്കിൽ ഹലാലായ ഭക്ഷണം മാത്രം ഉള്ളിൽ ചെന്നാൽ മാത്രമാണ് ഹലാലായ രക്തം ഉണ്ടാവുകയുള്ളൂ. ഹലാലായ രക്തത്തിൽ നിന്ന് മാത്രം ഹലാലായ ബീജങ്ങൾ. രക്തത്തിൽ നിന്നാണ് ബീജങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള വാഗ്വാദം അത് 100% ശരിയല്ല. മറിച്ച് രക്തമാണ് ബീജങ്ങൾക്ക് പോഷണം നൽകിക്കൊണ്ടവയെ വളർത്തുന്നത്. ബീജങ്ങളുടെ പ്രോസസ്സിൽ, ബീജങ്ങൾ ഉണ്ടാകുക എന്ന പ്രോസസ്സിൽ, സ്പാമറ്റോജെനസിസിലും ഊജെനസിസിലും അവിടെ രക്തത്തിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഭാവി തലമുറയെ തീരുമാനിക്കുന്ന, നമ്മുടെ മക്കളെ തീരുമാനിക്കുന്ന ആ ബീജങ്ങളുടെ സൽസ്വഭാവം, ആ ബീജങ്ങളുടെ പ്രത്യേകത, അതിന്റെ ഈമാനികമായ ആവേശം, ഇതിനെയൊക്കെ തീരുമാനിക്കുന്നത് രക്തമാണ്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള വിശ്വാസം കുട്ടിയിലേക്ക് ലയിക്കും. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഹറാമിന്റെ അംശങ്ങൾ അതും കുട്ടിയിലേക്ക് ലയിക്കും. ഹറാമായ ഭക്ഷണത്തിൽ നിന്നും ഹറാമായ രക്തം, ഹറാമായ രക്തത്തിൽ നിന്നും ഹറാമായ മക്കൾ. ആലോചിച്ച് നോക്കുക. മക്കൾ തലതിരിഞ്ഞു പോകണേ ആരെ പറയണം? ശരിക്കും ചിന്തിക്കണം. ഇതിന് വളരെ ആധികാരികമായ ഉദാഹരണം എനിക്ക് ചരിത്രത്തിൽ നിന്നും കാണിക്കാൻ സാധിക്കും, ഒരു സംശയവുമില്ല. പഠിക്കണം പ്രിയപ്പെട്ടവരെ. മഹാനായ ഔസുൽ ആളമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മഴയുടെ സദസ്സ് എനിക്ക് ഇജാബത്തുള്ള സദസ്സാണ്. ആ സദസ്സിൽ വെച്ച് മഹാനവറുകളുടെ പേരുകൂടി പറഞ്ഞാൽ ബറക്കത്ത് കൂടും. മഹാനായ ഔസുൽ ആളമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനവറുകളുടെ പിതാവ് മഹാനായ അബൂ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മാതാവ് മഹദിയായ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ പരിശുദ്ധമായ ഈ ദാമ്പത്യത്തിന് കാരണമായി മാറിയത്, സുൽത്താനുൽ ഔലിയ എന്ന പോസ്റ്റിലേക്ക് ഉയരപ്പെടുത്ത രീതിയിലുള്ള ഒരു മകൻ അവർക്ക് ജനിക്കാൻ കാരണമായത് അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതയാണ് എന്ന് ആധികാരികമായി തെളിയിക്കാൻ സാധിക്കും ചരിത്രത്തിന്റെ അകമ്പടിയോടെ. നമുക്കറിയാം, മഹാനായ അബൂ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഒരിക്കൽ ഒരു നദിക്കരയിൽ ധ്യാന നിമഗ്നനായി ഇരിക്കുമ്പോൾ നദിയിലൂടെ ഒഴുകി വന്ന ഒരു ഉറുമാൻ പഴം പെട്ടെന്ന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ പഴം കാണുകയും അങ്ങനെ ആ പഴം എടുത്ത് പെട്ടെന്ന് കഴിക്കുകയും ചെയ്തു. അത് ഉള്ളിലേക്ക് ചെന്നു. പിന്നീട് അങ്ങ് ഛർദ്ദിച്ചാൽ പോലും പുറത്തോട്ട് വരാത്ത അവസ്ഥ എത്തിയപ്പോൾ മഹാനവർകൾ ചിന്തിക്കുകയാണ്, ഇത് ആരുടെ പഴമായിരിക്കും? ആരുടെ തോട്ടത്തിൽ നിന്നുള്ളതായിരിക്കും? ആരെങ്കിലും പറിച്ചുകൊണ്ട് വെച്ചിട്ട് ഇനി അത് കഴുകി വൃത്തിയാക്കുന്നതിനൊക്കെ ഒഴുകി പോകുന്നതാണോ? ഇനി ആരെങ്കിലും വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നത് അറിയാതെ വെള്ളത്തിൽ പെട്ടുപോയതാണോ? എന്താണ്, എവിടെ നിന്നാണെന്ന് ഒരു പിടുത്തവുമില്ല. ഇത് ഹറാമായ മുതലല്ലേ? ഇതെന്റെ ശരീരത്തിലേക്ക് കടക്കാൻ പാടുണ്ടോ? അത് ചെന്നാൽ ശരിയാവോ? എന്നിങ്ങനെ ഞങ്ങളുള്ള ഒരുപാട് വിഷമങ്ങൾ മഹാനവറുകളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, കേരള മണ്ണിനെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിലേക്ക് ഏറ്റവും ആദ്യമായി കടന്നു വരുന്നത്, വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി കേരളക്കരയിലേക്ക് കടന്നു വരുന്നത് സ്വഹാബത്താണ്. സ്വഹാബത്തിന്റെ പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടെ കൊച്ചു കേരളം. AD 627 മഹാനായ തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 12 അംഗ സംഘം കേരളത്തിലെത്തിയെന്നാണ് ചരിത്രം വഴി മനസ്സിലാകുന്നത്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തുടങ്ങുന്നതിന് മുൻപ് AD 627 പുന്നാര ഹബീബിന് 58ാമത്തെ വയസ്സിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്ത് കേരളക്കരയിലേക്ക്, നമ്മുടെ അടുത്ത പ്രദേശമായ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പായ്ക്കപ്പലിറങ്ങി കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബത്തിനെ കണ്ടപ്പോൾ നമ്മുടെ സഹോദര സമുദായാംഗങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, അവർ 2 കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രം നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്ത് കേരളത്തിൽ എത്തുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിദേശികൾ കേരള മണ്ണിലേക്ക് കച്ചവടാവശ്യാർത്ഥം വരികയുണ്ടായി. അവർ കേരള മണ്ണിലെ സകലമാന അർത്ഥത്തിലും ചൂഷണം ചെയ്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ആ കാലഘട്ടത്തിലാണ് മഹാരഥന്മാരായ സ്വഹാബത്ത് കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ആ അവരുടെ മുഖത്തുള്ള ജലാലിയത്തിന്റെ പ്രകാശം
അവരുടെ പെരുമാറ്റ രീതി, സംസാരത്തിന്റെ മാധുര്യം, വേഷവിധാനം, ഇതെല്ലാം കണ്ടുകൊണ്ട് വല്ലാതെ ആകൃഷ്ടരായ നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ അവർക്കിട്ട പേരാണ് മഹാപിള്ളമാർ. ആ മഹാപിള്ളമാർ ലോപിച്ച് മാപ്പിളയായി എന്നുള്ളതാണ് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള മണ്ണിലേക്ക് എത്തിയ സ്വഹാബത്തിന് നമ്മുടെ സഹോദരങ്ങൾ ഏറ്റവും ആദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് ഇളനീരിട്ട് കൊടുത്തു. ഈ ഇളനീർ കൈകൊണ്ട് വാങ്ങുന്നതിന് മുൻപ് തന്നെ നബിതങ്ങളിൽ നിന്നും ദീൻ പഠിച്ച പ്രമുഖരായ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ അവർ ചോദിക്കുകയാണ്, ഇതാരുടെ മുതലാണ്? ഇതെനിക്ക് കഴിക്കാൻ പറ്റിയതാണോ? ഇത് നിങ്ങളുടെ സ്വന്തമാണോ? നിങ്ങൾ പൊരുത്തപ്പെട്ടു തരുന്നതാണോ? ഇതേപ്പറ്റി വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം, അതേ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം പ്രിയപ്പെട്ട സ്വഹാബത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുചര വൃന്ദം അവർ രണ്ട് കൈ കൊണ്ടൊന്ന് വാങ്ങിയിട്ട് കുന്തക്കാലിൽ ഇരുന്നിട്ട് പാനം ചെയ്യുന്ന ചരിത്രം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഹറാമിന്റെ ഒരു മുതലും ഞങ്ങളുടെ ഉള്ളിൽ കടക്കാൻ പാടില്ല. അത് ഒരുപാട് ദൂഷ്യഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നബിതങ്ങളിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തി കേരള മണ്ണിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും ആദ്യം മുസൽമാനെ പഠിപ്പിച്ചത് ഹറാമിന്റെ അംശം വയറിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളതാ. ഹറാമായതൊന്നും വയറ്റിലേക്ക് പോകാൻ പാടില്ല. ഹറാം എന്ന് വളരെ വ്യക്തമായി കൊണ്ട് മതം പഠിപ്പിക്കുന്ന, ശരീഅത്ത് വഴി മനസ്സിലാകുന്ന ഒരു സാധനവും നമ്മുടെ ആമാശയത്തിൽ കടക്കാൻ പാടില്ല. അറിയാതെ ചെയ്തു പോയതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അങ്ങനെ ഹറാമായ സംഭവങ്ങൾ മുഴുവൻ വയറ്റിലേക്ക് പോയാൽ അത് രക്തത്തിൽ ലയിക്കും. ആ രക്തം ഹറാമാകും. ഹറാമായ രക്തം കൊണ്ട് പോഷണം കിട്ടിയാൽ ആ പോഷണം കിട്ടപ്പെടുന്ന ഹറാമായ ബീജങ്ങളിലൂടെ ഉണ്ടാകുന്ന മക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മഹാനവർ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ വിഷയം മനസ്സിലാക്കിയ മഹാനായ അബൂ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ നദിയുടെ ഒഴുക്കിന് എതിരെ ദിശയിലേക്ക് വളരെ വേഗത്തിൽ ഓടുക. അങ്ങനെ ഓടിയിട്ട് പോകുമ്പോൾ നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഉറുമാൻ മരം അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയാണ്. അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ചു ഈ മരത്തിലെ ഉറുമാൻ പഴം തന്നെ. അങ്ങനെ ആ മരത്തിന്റെ തോട്ടത്തിന്റെ ഉടമയെ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ വീട് കണ്ടെത്തുകയും അവിടെ ചെന്നിട്ട്, ഞാൻ താങ്കളുടെ ഉറുമാൻ മരത്തിലെ പഴം അറിയാതെ കഴിച്ചു പോയിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്ന ഈ വ്യക്തിത്വത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ തോട്ടത്തിന്റെ ഉടമ അദ്ദേഹം പറയുകയാണ്, ഞാനത് പൊരുത്തപ്പെട്ട് തരാം, പക്ഷേ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട മരത്തിലെ കനിയായിരുന്നു അത്, എനിക്ക് ഒരുപാട് വില കിട്ടുമായിരുന്ന മരത്തിലെ കനിയായിരുന്നു നീ കഴിച്ചത്, ഞാനത് പൊരുത്തപ്പെട്ടു തരാം, അതിന് ഇത്ര രൂപ വേണം, ഇത്ര എമൗണ്ട് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നു. അതില്ല എങ്കിൽ ഇത്ര കാലഘട്ടം എന്റെ ഈ തോട്ടത്തിൽ നീ പണിയെടുക്കണം, ഒരു അടിമയെ പോലെ ജോലി ചെയ്യണം എന്ന ഡിമാൻഡ് അവിടെ വെക്കുമ്പോൾ അറിയാതെ കഴിച്ചുപോയ ആ ഉറുമാൻ പഴം രക്തത്തിൽ ലയിച്ചുകൊണ്ടത് ഹറാമിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ അബൂ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സമ്മതിക്കുകയാണ്. ആ പ്രത്യേക കാലഘട്ടം മുഴുവനും അവിടെ ജോലി ചെയ്യുവാൻ, ഒരു അടിമയെ പോലെ ജോലി ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു അടിമയെ പോലെ ആ തോട്ടത്തിൽ മുൻപോട്ട് പോകുന്നു. പരിധിയെത്തി തിരിച്ചു വന്ന് പൊരുത്തപ്പിടിക്കാൻ വേണ്ടി എത്തിയപ്പോൾ, മോചിതനാക്കണമെന്ന് ആവശ്യപ്പെടാൻ എത്തിയപ്പോൾ, അപ്പോൾ രണ്ടാമത്തെ ഡിമാൻഡ് തീർന്നില്ല, എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട മരമായിരുന്നു അത് ഇതുകൊണ്ടൊന്നും എന്റെ ലാഭം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത്ര കാലഘട്ടം കൂടി നീ ഇവിടെ എനിക്ക് പണിയെടുത്തു തരണം. അറിയാതെ പറ്റിപ്പോയ ആ തെറ്റിന് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അദ്ദേഹം ആ വല്ലാത്ത പരീക്ഷണ ഘട്ടത്തിന് തയ്യാറാവുകയും അങ്ങനെ ആ പരീക്ഷണം അവിടെ ആവർത്തിക്കപ്പെടുകയും ആ പരിധി എത്തിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്നെ മോചിതനാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഇദ്ദേഹം, ഈ തോട്ടത്തിന്റെ ഉടമ, അദ്ദേഹം ആവശ്യപ്പെടുന്നത്, ഇനി നിന്നെ ഞാൻ മോചിതനാക്കാം, പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, എനിക്കൊരു മകളുണ്ട്, അവളുടെ പ്രത്യേകത അവൾക്ക് കണ്ണ് കണ്ടൂടാ, ചെവി കേട്ടില്ല, സംസാരിക്കാനുള്ള കഴിവില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്, അന്ധയും മൂകയും ബധിരയും മുടന്തയുമായ എന്റെ മകളെ നീ വിവാഹം ചെയ്തുകൊണ്ട് അവളെ നീ സംരക്ഷിക്കണം, ജീവിതകാലം മുഴുവനും സംരക്ഷിക്കണം, എങ്കിൽ മാത്രമാണ് ആ പഴം ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരികയുള്ളൂ. ആധികാരികമായി കൊണ്ട് ആ പഴം പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ എനിക്ക് ഇന്നത് തരണമെന്ന് ചോദിക്കുവാൻ ആർക്കും അവകാശമുണ്ട് എന്നുകൂടി പഠിപ്പിക്കുന്ന തരത്തിൽ ആ വിഷയം മഹാനവറുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ മഹാനായ അബൂ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻഹു, ആരോഗ്യ ദൃഢഗാത്രനായ ആ ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അതിന് അദ്ദേഹം തയ്യാറാവുകയാണ്. അങ്ങനെ ആ വിവാഹം നടക്കുന്നു. വിവാഹശേഷം ഏറ്റവും ആദ്യമായി തന്റെ വധുവിനെ കണ്ടപ്പോൾ അദ്ദേഹം അതിശയിച്ചു പോവുകയാണ്. നടന്നു വരുന്നത് കണ്ടാൽ അപ്പൊ തന്നെ ഉറപ്പാണ്, കാലിനും കുഴപ്പമില്ല, കണ്ണിനും കുഴപ്പമില്ല, സംസാരിക്കുന്നു, കേൾക്കുന്നുണ്ട്, സംസാരത്തിനും ഒരു തടസ്സവുമില്ല. ഇത് മനസ്സിലാക്കി ചാടി മണിയറയിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, വധുവിന്റെ പിതാവിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഈ കുട്ടിയാണോ? ഇവൾക്ക് കണ്ണിനും കാതിനും ഒരു കുഴപ്പമില്ലല്ലോ, ഇവൾ അന്ധയും മൂകയും ബദിരയും മുടന്തയും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇവളെയാണോ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നത് എന്ന ചോദ്യത്തിൽ വളരെ വ്യക്തമായ ഉത്തരം അവിടെ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, നീ മനസ്സിലാക്കണം,
എന്റെ മകൾ അന്ധയും മൂകയും ബദിരയും മുടന്തയുമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ആത്മീയാർത്ഥത്തിൽ ഹറാമായതൊന്നും കാണാത്ത കണ്ണാണ് അവൾക്കുള്ളത്. ഹറാമായതൊന്നും അവൾ ആ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. ഹറാമായതൊന്നും ആ നാവ് കൊണ്ട് മിണ്ടിയിട്ടില്ല. ഹറാമിലേക്ക് എടുത്തു വെക്കാത്ത കാലാണത്. ഹറാമായ ഒരു കാര്യത്തിന് പോലും ഈ വീട് വിട്ടവൾ പുറത്തിറങ്ങിയിട്ടില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് വധുവായിക്കൊണ്ട് മഹാനവർക്ക് അവിടെ ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. നിനക്ക് ഏറ്റവും യോജിച്ച പത്നി എന്റെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തിന് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് മഹദിയായ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. അറിയാതെ കഴിച്ചുപോയ ഉറുമാൻ പരത്തെ പൊരുത്തപ്പിടിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളോളം പണിയെടുക്കുകയും വലിയ ത്യാഗത്തിന് തയ്യാറാവുകയും ചെയ്ത മഹാനായ അബൂ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻഹു ഹറാമായതൊന്നും കാണുകയോ കേൾക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ലാത്ത, ഹറാമിലേക്ക് നടന്ന കാലുകളില്ലാത്ത മഹദിയായ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ വിശുദ്ധമായ ദാമ്പത്യത്തിൽ ജനിച്ച സുന്ദര സൂനമാണ് മഹാനായ ഗൗസുൽ അഅ്ലം ഖുതുബുൽ ആലം സുൽത്താനുൽ ഔലിയാ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബൂ മുഹമ്മദ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി അൽ ഹസനി വൽ ഹുസൈനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ